തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഒരു കുറച്ച് വിശ്വാസ പ്രമാണങ്ങൾ ഞാൻ അവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, BC 4004 ഒക്ടോബർ 23 6 മണിക്ക് ദൈവം ആദത്തെ സൃഷ്ടിച്ചു. വിശ്വാസ സത്യമാണ്, ചോദ്യം ചെയ്യരുത്. കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നതാണ്. കൃത്യമായ ഡേറ്റ് അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കൽപ്പന ഇതാണ്: നീ സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് പാപമാണ്. അതൊരിക്കലും മനുഷ്യൻ പ്രോക്രിയേഷന് വേണ്ടി അല്ലാതെ രതിമൂർത്തി അനുഭവിക്കാൻ പാടില്ല. കാരണം യേശുവിൻ്റെ അമ്മ രതിമൂർത്തി അനുഭവിക്കാതാണ് ഇത്ര ഗർഭം ധരിച്ചത്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ് കന്യകയായിരുന്നു. അത് ദൈവത്തിൻ്റെ അത്ഭുതമായിരുന്നു. പിൽക്കാലത്ത് നമ്മുടെ സെഫി എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരും കന്യക ഇപ്പോഴ്. അഭയ കൊലക്കേസിലെ രണ്ടാം പ്രതി. അത് മെഡിക്കൽ സയൻസിൻ്റെ അത്ഭുതം. മൂന്നാമത്, നിനക്ക് ജനിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് സാത്താൻ്റെ കുട്ടിയാണ്. കാരണം നിൻ്റെ അമ്മ പാപത്തിൽ നിന്നെ ഗർഭം ധരിച്ചു, പാപത്തിൽ ഗർഭം ചുമന്നു, പാപത്തിൽ നിന്നെ പ്രസവിച്ചു. നീ സാത്താൻ്റെ കുട്ടിയാണ്. ബാപ്റ്റിസത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ ആളായി മാറാൻ പറ്റൂ. അതുവരെ സാത്താൻ്റെ കുട്ടി തന്നെയാണ് നമുക്കൊക്കെ ജനിച്ചിട്ടുള്ളത്. യേശുവും അങ്ങനെ ആയിരുന്നു കേട്ടോ. യേശു 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം കഴിച്ചപ്പോഴാണ് പറഞ്ഞത്, ദൈവം പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. അതുവരെ പുള്ളി സാത്താൻ്റെ കുട്ടി തന്നെയായിരുന്നു. ഇതൊക്കെ ചില വിശ്വാസ സത്യങ്ങളാണ്. പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറെ ചില വിശ്വാസ സത്യങ്ങളുണ്ട്. എൻ്റെ വിഷയം തന്നെ ഇതാണ്, ക്രിസ്തുവിൻ്റെ വികാരിമാരെന്നാണ്. മാർപ്പാപ്പ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ദൈവത്തിൽ നിന്ന് നേരിട്ട് ഉത്തരവുകൾ സ്വീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാർപ്പാപ്പ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ലോകം മുഴുവൻ ഭരിക്കാൻ അധികാരവും അവകാശവും ലഭിച്ചിരിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പ. രണ്ടാമത്, ഈ കന്യാസ്ത്രീകളെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരൊക്കെ ഈ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരുമാണ്. ക്രിസ്തു തന്നെയായ മാർപ്പാപ്പമാരുടെ മണവാട്ടിമാരാണ് കന്യാസ്ത്രീകൾ. അവർക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങളുടെ വന്ധ്യപുരോഹിതന്മാർ അത് ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഫ്രാങ്കോ ജയിലിൽ പോയേക്കുമായിരിക്കും, പക്ഷേ അയാളൊക്കെ ഞങ്ങൾ വിശുദ്ധനാക്കും പിന്നീട്. അങ്ങനെ വിശ്വസിക്കണം. ഈ പുരോഹിതന്മാരും മെത്രാന്മാരും പോപ്പുമാരും അഭിഷിക്തരാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. കന്യകകൾ അവർക്ക് അവകാശപ്പെട്ട ദൈവത്തിൻ്റെ മണവാട്ടിമാരുമാണ്. അടുത്തൊരു വിശ്വാസ സത്യമാണത്. പിന്നെ നീ കുമ്പസാരിക്കണം. കുമ്പസാരിച്ച് നിൻ്റെ പാപങ്ങൾ പുരോഹിതൻ്റെ ഡേറ്റ് പറയുമ്പോൾ പുരോഹിതൻ സ്വന്തം ഉത്തരവാദിത്തത്തിലാട്ടോ പാപം മോചിപ്പിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം മോചിപ്പിക്കുന്നു എന്നല്ല. അതിനുള്ള അധികാരവും ദൈവം കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ കത്തോലിക്ക സഭ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി പേര് കത്തോലിക്കർ കാണുമെന്ന് തോന്നുന്നു. പിന്നെ ഇനി വിഷയത്തിലേക്ക് വരാം. ഈ 3-4 വിശ്വാസ സത്യങ്ങളെ ഇടയ്ക്ക് 1-2 കാര്യങ്ങളുണ്ട്, അത് ഞാൻ വിട്ടുപോയതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ തയ്യാറായി പ്രസംഗിക്കുന്ന, നോട്ട് എഴുതി പ്രസംഗിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഞാൻ ശുദ്ധ മടിയനാണ്. ഞങ്ങളുടെ ഈ കത്തോലിക്ക സഭയുടെ വലിയ കുഞ്ഞാടായിട്ട് വളർന്ന് 10-18 വയസ്സ് വരെ ചാവേറായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞ് കൂട്ടം തെറ്റിപ്പോയ ഒരു കുഞ്ഞാടാണ് ഞാൻ. ഹുമയൂൺ കബീറിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ പ്രസംഗിച്ചു. ജോസ് കണ്ടത്തിൽ 100 ആടുകൾ, ഈ ആടുകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടി മാത്രം സ്വീകരിച്ച് കൂട്ടത്തിൽ നിന്ന് ചാടിപ്പോയി അതിനെ ചെന്നായ പിടിച്ച് തിന്നു എന്നാണ് പറഞ്ഞത്. അർത്ഥം ഇതായിരുന്നു, സൂചന ഇതായിരുന്നു. എസൻസുകാരും യുക്തിവാദികളൊക്കെ കൂടെ എന്നെ ശരിയാക്കുന്നതായിരിക്കും അവർ ഉദ്ദേശിച്ചത്, എന്തോ ആവട്ടെ. അതുപോലെ തന്നെ കൂട്ടം തെറ്റി ആന ഒറ്റയാനായിട്ട് മാറാറുണ്ട്. ഞാൻ ഉപദ്രവമൊന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ ഒറ്റയാനായിട്ട്, അതെനിക്കത് ഇഷ്ടമാണ്. ഞാൻ ഒറ്റയാനാവുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. എന്തോ ആവട്ടെ, AD 312 കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി ആയിരുന്നില്ല അന്ന് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു കൊട്ടാര നർത്തകിയായിരുന്ന ഹെലേനായിക്ക് അവിഹിതമായി ജനിച്ച ഒരു സന്തതിയായിരുന്നു കോൺസ്റ്റന്റൈൻ. വളരെ ദാരിദ്ര്യത്തിലും ഉത്തരവാദിത്വം ഇല്ലാതെ ബാസ്റ്റാർഡായിട്ട് വളർന്നു. 13-ാം വയസ്സിൽ കൂലിപ്പണിക്ക് പോയി പട്ടാളത്തിൽ ചേർന്നു. ക്രമേണ ഉയർന്നുയർന്ന അയാൾ റോമ ചക്രവർത്തി പദം വരെ എത്തി. ഏതായാലും AD 312 ഇയാൾ മാക്സിഷ്യസ് എന്ന് പറയുന്ന ഇയാളുടെ ഒരു കസിൻ, അവൻ്റെയിലായിരുന്നു പട്ടാളവും അധികാരവും ജനപിന്തുണയൊക്കെ ഉണ്ടായിരുന്നത്. അയാളുമായിട്ട് അധികാര തർക്കം വന്ന് യുദ്ധം നടത്തേണ്ടി വന്നു. ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും കോൺസ്റ്റന്റൈന് പരാജയബോധം ഉണ്ടായിരുന്നു. ശക്തി മുഴുവൻ അപ്പുറത്തെ കക്ഷിയിലാണ്. ഇയാൾ സൂര്യൻ്റെ ആരാധകനായിരുന്നു. ഇവർ റോമൻ ചക്രവർത്തിമാരൊക്കെ സൂര്യാരാധനക്കാരാണ്. സൂര്യൻ ഉദിക്കാൻ വേണ്ടി കാത്തിരുന്ന് സൂര്യനിലെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്നെ സഹായിക്കണം, രക്ഷിക്കണം. സൂര്യനിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെട്ടു. ആ കുരിശിൽ പ്രത്യക്ഷപ്പെട്ട അശരീരവാക്യവും വന്നു.
യു കോൺകർ വിത്ത് ദിസ്, ഇതുകൊണ്ട് നീ ലോകം കീഴടക്കിയോളാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ഏതായാലും മില്യൻ എന്ന് പറഞ്ഞൊരു പാലത്തിൽ വെച്ച് മാക്സിസിൻ്റെ പട്ടാളത്തെ ഇയാൾ മിന്നലാക്രമണം നടത്തി ആ പട്ടാളം ഛിന്നഭിന്നമായപ്പോൾ കോൺസ്റ്റന്റൈൻ ജയിച്ചു. ചക്രവർത്തി അയാൾ യുദ്ധത്തിൻ്റെ ആ ഭീഷണി ഒഴിവായി. അപ്പോൾ ഇയാൾ അന്ന് മുതൽ കുരിശിനെ ആരാധ്യ വസ്തുവാക്കി. മറ്റേ ഇയാളുടെ അമ്മ ഈ കൊട്ടാരം നടത്തുകയായിരുന്ന ഹെലേന നേരത്തെ തന്നെ ക്രിസ്ത്യൻ അനുഭാവിയായിരുന്നു. ഏതായാലും ഇതിന് ശേഷം ക്രിസ്തു മതത്തിൻ്റെ നല്ല കാലം ആരംഭിക്കുന്നു. ക്രിസ്തു മതത്തെ ആളുകൾ അംഗീകരിക്കാനും 313 ഒരു എഡിക്റ്റ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഈ കോൺസ്റ്റന്റ് എഡിക്റ്റ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അവിടെ എല്ലാ മതക്കാർക്കും തുല്യ അവകാശമുണ്ടെന്നും എല്ലാ മതക്കാർക്കും അവരുടെ ആരാധന നിലനിർത്താമെന്നും ആരാധിക്കാമെന്നും ഒക്കെ ഉള്ള ഇതൊക്കെ വന്നെങ്കിലും കോൺസ്റ്റന്റൈൻ്റെ ചായ്വ് ക്രിസ്തു മതത്തോടായിരുന്നത് കൊണ്ട് ക്രിസ്ത്യാനികളിൽ ഉണ്ടായിരുന്ന അതിൻ്റെ നേതാക്കന്മാർ ഒക്കെ കൂടെ ചേർന്ന് സിൽവസ്റ്റർ ഒന്നാമൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ അംഗീകൃത പോപ്പാണ്. ഈ സിൽവസ്റ്റർ ഒന്നിൻ്റെ അടുത്ത് കോൺസ്റ്റന്റൈൻ പോയി അയാളുടെ പാപങ്ങളേറ്റു. അയാളുടെ പാപങ്ങളൊന്നും ചില്ലറയൊന്നും ആയിരുന്നില്ല. അയാളുടെ ആദ്യത്തെ ഭാര്യയിലുള്ള ക്രിസ്പസ് എന്ന് പറഞ്ഞ മകനെ അയാൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഭാര്യയിൽ ബാത്റൂമിൽ അയാൾ പുഴുങ്ങിക്കൊന്നു. പിന്നെ അത് കഴിഞ്ഞ് അയാളുടെ പെങ്ങളുടെ മകനെ അയാൾ 11 വയസ്സുള്ള കുട്ടിയെ കൊന്നു. ആ കുട്ടിയുടെ അച്ഛൻ പെങ്ങളുടെ ഭർത്താവിനെയും കൊന്നു. ഇങ്ങനെ കുറേ പേരെ കൊന്നതിൻ്റെ പാപബോധം ഇയാളെ ഹോണ്ട് ചെയ്തിരുന്നപ്പോൾ സിൽവസ്റ്ററായിട്ട് സംസാരിച്ചു. സിൽവസ്റ്റർ പറഞ്ഞത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, നീ എന്നെ അംഗീകരിക്കുന്നെങ്കിൽ നിൻ്റെ പാപങ്ങൾ മുഴുവൻ ഞാൻ മോചിപ്പിക്കാം. സിൽവസ്റ്റർ ഇയാൾക്ക് പാപമോചനം കൊടുത്തു. അതുകൊണ്ട് കോൺസ്റ്റന്റൈൻ്റെ കുറ്റബോധം മാറി. ഇയാൾ വാരിക്കോരി പോപ്പിനും ക്രിസ്ത്യാനികൾക്കും എല്ലാ കാര്യങ്ങളും സംഭാവന ചെയ്യാൻ തുടങ്ങി. ക്രിസ്ത്യാനികൾ എപ്പോൾ ചോദിച്ചാലും ഖജനാവിൽ നിന്ന് പണം കൊടുക്കണം. അതുപോലെ ക്രിസ്ത്യാനികളുടെ പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും ഒക്കെ അവിടുത്തെ പ്രൊഫസർമാരെക്കാളും ഡോക്ടർമാരുടെയൊക്കെ 5 ഇരട്ടി ശമ്പളം, താമസിക്കാൻ 1-ാം തരം സൗകര്യങ്ങൾ, പീഡിപ്പിക്കപ്പെട്ടിരുന്നൊരു വിഭാഗമായിരുന്നു. ഇതെല്ലാം ലഭിച്ച് ക്രിസ്തു മതം അവിടെ തടിച്ചു കൊഴുത്തു വളർന്നു. കോൺസ്റ്റന്റൈൻ അധികാരത്തിലേറുമ്പോൾ 6 മുതൽ 7% വരെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ആ രാജ്യം 337 കോൺസ്റ്റന്റൈൻ മരിക്കുന്ന സമയമായപ്പോഴേക്കും 90% ക്രിസ്ത്യാനികളായിട്ട് മാറി. അതിനുശേഷം ഈ സിൽവസ്റ്ററിന് ശേഷം വന്ന ഒരുപാട് പോപ്പുമാരുണ്ട്. ഇപ്പോൾ വന്ന പോപ്പുമാർ ഭൂരിപക്ഷം പേരും കൊള്ളക്കാർ, ഡക്കവൈറ്റ്സ്, കൊലപാതകികൾ, ഇങ്ങനെയുള്ള അസാൻമാർഗിക കാര്യങ്ങളുടെ ആശാന്മാരാണ് ആദ്യകാലത്ത് പോപ്പായിട്ട് മസിൽ പവറിലൂടെ കടന്നു വന്നത്. ഈ പോപ്പുമാരൊക്കെ അവരുടെ ആ സംസ്കാരം 1-ാം തരമായിട്ട് നിലനിർത്തി അതേ രീതിയിൽ ഭരിച്ചു. ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരെ കൊല്ലുന്നത് പാപമല്ല എന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ AD 401 പറഞ്ഞു. കൊള്ളക്കാരെയും കൊലപാതകികളെയും കള്ളന്മാരെയും വധിക്കാമെങ്കിൽ ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരെ വധിക്കുന്നതിൽ തെറ്റില്ല. വധിക്കേണ്ടത് നിൻ്റെ കടമയാണ്. അന്യമതക്കാരുടെ ആരാധനാലയങ്ങളും വിഗ്രഹങ്ങളും തകർക്കണമെന്നും ഇവരുടെ കൽപ്പനയുണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ. അങ്ങനെ ഇവർ ആഘോഷമായിട്ട് അന്യമതങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഭരണം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. 762 ആയപ്പോഴേക്കും ലൊംബാർഡുകളെന്ന് പറഞ്ഞ ഒരു ബാർബേറിയൻ വംശം റോമാ സിംഹാസനത്തെ ആക്രമിച്ചു. റോമാ പട്ടണം ഇവരുടെ കോൺസ്റ്റന്റൈൻ കൊടുത്ത അധികാരം അതിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും പെപ്പിൻ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് രാജാവിൻ്റെ അടുത്ത് ഗ്രിഗറി 3-ാമൻ പോപ്പ് ചെന്ന് കാല് പിടിച്ചു. അവൾ നടന്നുപോയ ആൾ ഫ്രാൻസിൽ ആവിഞ്ഞോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കാല് പിടിച്ചു പറഞ്ഞു, ഇത് റോമാ ചക്രവർത്തി ഞങ്ങൾക്ക് ദാനം തന്ന ഈ വസ്തുവകകളെല്ലാം ലൊംബാർഡുകൾ തട്ടിയെടുക്കാൻ പോവാണ്, ഞങ്ങളെ സഹായിക്കണം, വിശ്വാസത്തെ രക്ഷിക്കണം. പെപ്പിൻ വന്നു ഇയാളുടെ അധികാരങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. വീണ്ടും ലൊംബാർഡുകളുടെ ആക്രമണം വന്ന കാലം ആയപ്പോഴേക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചാർലിമീൻ എന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഫ്രഞ്ചുകാരനായ ചാർലിമീൻ ചക്രവർത്തി ഇതിൻ്റെ അടുത്ത് ഇയാൾ വീണ്ടും അഭയം തേടി. ചാർലിമീൻ ചക്രവർത്തി ഇവിടെ വരുമ്പോൾ ഇവരൊരു കള്ളരേഖയുണ്ടാക്കി. കത്തോലിക്ക സഭ AD 315 കോൺസ്റ്റന്റൈൻ്റെ ദാനം എന്ന് പറഞ്ഞ ഒരു കള്ളരേഖ ഒരു പുരോഹിതൻ ഉണ്ടാക്കിയെടുത്തു. ലാറ്ററൻ ദേവാലയത്തിലുണ്ടായിരുന്ന ഒരു പുരോഹിതൻ ഉണ്ടാക്കി വെച്ചു. റോമാ സിംഹാസനവും റോമും പരിസരവും ഇറ്റലിയുടെ 2/3 ഭാഗവും റോമാ സിംഹാസനത്തിൻ്റെ അധിപനായ മാർപ്പാപ്പായ്ക്ക് സർവ അധികാരത്തോടും കൂടി കൈമാറ്റം ചെയ്യുന്നതായിട്ടൊരു രേഖ. അതാണ് ഇയാൾ ചാർലമീൻ ചക്രവർത്തിയെ കാണിക്കുന്നത്. ചാർലമീൻ ചക്രവർത്തി ഏതാണ്ട് AD 800 കൂടി മുഴുവൻ ഈ ലൊംബാർഡികളെ തുരത്തി ഓടിച്ച് ഭരണത്തിൽ ഇവർക്ക് റോമാ സിംഹാസനത്തിൽ ഭരണം തിരിച്ചു കൊടുത്തു. അയാൾ പോപ്പിൻ്റെ പാദം മുത്തി ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. പിന്നീട് 1440 ഒരു ചരിത്ര അന്വേഷകനായ പുരോഹിതൻ കണ്ടെത്തി ഇത് ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ആയിരുന്നു. കോൺസ്റ്റന്റൈൻ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റും കൊടുത്തിട്ടില്ല, ഇത് കള്ളമായിരുന്നു. 1517 ഹല്ലായുടെ ഈ പുസ്തകം രംഗത്ത് വന്നു കഴിഞ്ഞതാണ്. അതൊക്കെ നമ്മുടെ മാർട്ടിൻ ലൂതറിൻ്റെ കിട്ടിയ അയാൾ അതൊക്കെ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഉണ്ടാക്കിയ ആൾ. അപ്പോൾ ഇതിന് പിന്നിൽ ഈ കൊടുക്കാനുണ്ടായ കാരണം വലിയ രസമാണ്. ഇവരുണ്ടാക്കിയെടുത്ത ഒരു കാരണം
ഈ കോൺസ്റ്റന്റൈന് കുഷ്ഠരോഗം ഉണ്ടായിരുന്നു, ലെപ്പർ. അയാൾ പലപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ലെപ്പറാണ്, ഒരു കുഷ്ഠരോഗ ബാധിതനാണ്, പുറമേ അല്ല. കാരണം ഞാനൊരു പട്ടാളക്കാരനാണ്, വാളാണ് എൻ്റെ ആയുധം, ഞാൻ ഒരുപാട് രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, എനിക്ക് ഭരണത്തിലിരിക്കുമ്പോൾ വീണ്ടും അത് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഞാനൊരിക്കലും ക്രിസ്ത്യാനി ആവില്ല, ക്രിസ്തു മതത്തിന് രക്തച്ചൊരിച്ചിൽ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ കോൺസ്റ്റന്റൈൻ. ഏതായാലും ഈ കോൺസ്റ്റന്റൈൻ്റെ കുഷ്ഠരോഗത്തെ ഈ പറഞ്ഞ ഞങ്ങളുടെ മാർപ്പാപ്പയും കൂട്ടരും കൂടെ അയാളുടെ ശാരീരിക കുഷ്ഠരോഗമായിട്ട് മാറ്റി. എന്നിട്ട് കൊട്ടാരം വൈദ്യന്മാർ പറഞ്ഞു, കെട്ടുകഥയാണ്, കൊട്ടാരം വൈദ്യന്മാർ പറഞ്ഞു, പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ കുളിച്ചാൽ, ചുടുരക്തത്തിൽ കുളിച്ചാൽ കുഷ്ഠരോഗം മാറും ശരീരത്തിൽ. അപ്പോൾ അവിടെയുള്ള പ്രസവിച്ച കുട്ടികളെയൊക്കെ അന്ന് ചക്രവർത്തിയുടെ കൽപ്പനയെ അമ്മമാരെ ഇവിടെ കൊണ്ടിരിക്കും, എന്നിട്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കണ്ണുനീരോടെ അവർ തിരിച്ചു പോയി കുട്ടികളെ കഴുത്തിറത്തി ചോര ഉണ്ടാക്കി അതിനകത്ത് മുങ്ങിക്കുളിച്ചു. രോഗം മാറിയില്ല. അത് മാറാതെ വന്നപ്പോൾ ഇയാൾ വീണ്ടും ഈ കശരീരി ഉണ്ടായി. നീ റോമിൽ പോയി സിൽവസ്റ്റർ പോപ്പിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചാൽ മാറും എന്ന് അശരീരി ഉണ്ടായി. സിൽവസ്റ്ററിൻ്റെ അടുത്ത് പോയി കൈവച്ച് പ്രാർത്ഥിച്ച് കുഷ്ഠരോഗം മാറി. അതുകൊണ്ടാണ് കോൺസ്റ്റന്റൈൻ ഈ ദാനം കൊടുത്തതെന്നാണ് കത്തോലിക്ക സഭ കണ്ടെത്തിയത്. പക്ഷേ അത് ഫോർജഡായിരുന്നു, കള്ളരോഗമായിരുന്നു. കാരണം പേപ്പസി ഇതുവരെ നടത്തിയിരിക്കുന്ന എല്ലാം കുതന്ത്രങ്ങളിലൂടെയും അതുപോലെ ഫോർജഡ് ഡോക്യുമെൻറ്റിലൂടെയും അക്രമത്തിലൂടെയും അവസരവാദത്തിലൂടെയും നേടിയെടുത്ത അധികാരമായിരുന്നു ഇത്. എല്ലാ രാജാക്കന്മാരെയും എല്ലാ മനുഷ്യരെയും കൊല്ലാനും എല്ലാം ക്രിസ്തുമതം മാത്രം ഏകമതം എന്ന് പറയുന്ന ആ കാര്യങ്ങളിലേക്ക് വന്ന് ക്രിസ്ത്യാനി അല്ലാതെ ആർക്കും ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് നടപ്പിൽ വരുത്തിയ റോമസിംഹാസനം. അവരുടെ സാൻമാർഗിക നിലവാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് 960 തിയോലാക്ടസ് എന്ന് പറഞ്ഞൊരു കുടുംബം ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ നിന്ന് ഒരു 3 പെണ്ണുങ്ങൾ റോമാ സാമ്രാജ്യത്തെ ഭരിച്ചു. ആദ്യത്തെ പേര് തിയോഡോറ എന്ന് പറഞ്ഞ സ്ത്രീ തിയോലാക്ടസ് പ്രഭുവിൻ്റെ ഭാര്യയായിരുന്നു. സെർജിയൂസ് എന്ന് പറഞ്ഞ പോപ്പിൻ്റെ അടുത്ത് ഇവരെ പറ്റി കൂടി. പോപ്പിൻ്റെ കൂടെ നിന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ അധിപയാകാമെന്നുള്ള ധൈര്യത്തിൽ ഇവർ പോപ്പിൻ്റെ കൂടെ കഴിഞ്ഞുകൂടി. പോപ്പിൽ കുട്ടികളും ഉണ്ടായി അവർക്ക്. അവരുടെ ഒരു 10-12 വയസ്സുള്ള മകളുണ്ടായിരുന്നു. അവളിങ്ങനെ ഈ വത്തിക്കാൻ പാലസിലൂടെ കളിച്ച് നടക്കുമ്പോൾ ഇവളുടെ സൗന്ദര്യം നോക്കി ഈ പോപ്പ് വയസ്സിൽ നോക്കി നിൽക്കുമായിരുന്നു. 10-14 വയസ്സായപ്പോഴേക്കൊക്കെ ഇവളെ ഉപേക്ഷിക്കാൻ അല്ല ഇവളെ പ്രാപിക്കണമെന്നുള്ള അമിതമായ ആവേശം വന്ന് ഇവളെ കൊണ്ടുപോയി. അപ്പം അമ്മ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് റോമാ സിംഹാസനത്തിലെ പോപ്പിൻ്റെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിനക്കൊന്നിനും ഭയപ്പെടാനില്ല, ലോകം കീഴടക്കാം. മകൾ ഒട്ടും മടി കൂടാതെ ലോകത്തിലുണ്ടായ അതിസുന്ദരിമാരിൽ ഒരാളായിരുന്നു മറാസിയോ എന്നാണല്ലോ പേര്, തിയോഡോറയുടെ മകൾ. തിയോഡോറയ്ക്ക് ഈ പോപ്പിലുണ്ടായിരുമ്പോൾ വേറൊരു തിയോഡോറ മകളുണ്ടായിരുന്നു. ഏതായാലും ഈ മറാസിയോ പോപ്പിന് സെർജിയൂസ് എന്ന് പറഞ്ഞ വയസ്സൻ പോപ്പിന് വഴങ്ങിക്കൊടുത്ത് അതിൽ ഇവർക്കൊരു മകനുണ്ടായി. ജോൺ എന്നായിരുന്നു പേര്. ഏതായാലും കുറച്ച് കഴിഞ്ഞത് ഈ പറഞ്ഞ അവരാണ് ആ കുടുംബക്കാർ 8 വർഷം കൊണ്ട് 6 പോപ്പുമാരെ വാഴിച്ചു. ചിലർ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൊന്നു കളഞ്ഞു. പിന്നെ അതുപോലെ ഈ ചെറുപ്പക്കാരെ 11 വയസ്സ് അമ്മയും മകളും കൂടെയാണ് പോപ്പുമാരെ നിശ്ചയിച്ചുകൊണ്ടിരുന്നതും സ്ഥാനഭ്രഷ്ടരാക്കിയതും ഇവർക്ക് ഇഷ്ടമല്ലാതെ വന്ന് അവരെ കൊന്നുകളഞ്ഞതും. അങ്ങനെയൊക്കെ ചരിത്ര രേഖകളുണ്ട്. 61 മുതൽ 68 വരെയുള്ള 61 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിൽ 6 പോപ്പുമാർ വരികയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ കഴുത്ത് വെട്ടിക്കൊന്നു, വിഷം കൊടുത്തു കൊന്നു, ചിലരെ കാരാഗ്രഹത്തിലടച്ചു, കണ്ണ് ചൂഴ്ന്നെടുത്തു, ചെവിയും മൂക്കും വെട്ടി, അങ്ങനെയൊക്കെ ഈ അമ്മയും മകളും കൂടെ ചെയ്തു. ഏതായാലും ഇവർ പിൽക്കാലത്ത് ഈ തിയോഡോറ എന്ന് പറഞ്ഞ അമ്മ മകൾക്ക് ഉപദേശിച്ച് അവിടെ ഒരു ആൽബറിക് എന്ന് പറഞ്ഞൊരു പ്രഭു കുടുംബമുണ്ട്, ആ രാജാവുണ്ട്. ഈ രാജാവ് ഇവളൊക്കെ താല്പര്യം കാണിച്ചു കല്യാണം കഴിക്കാൻ, സുന്ദരിയായിരുന്നല്ലോ. അപ്പം അമ്മ പറഞ്ഞു ഇയാളെ കല്യാണം കഴിച്ചാൽ പ്രയോജനമുണ്ട്, നീ അയാളെ പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഏതായാലും ഈ പോപ്പിലുണ്ടായ ഒരു മകന് അന്ന് 4 വയസ്സേ ഉള്ളൂ. അവനൊരു 17 വയസ്സായപ്പോൾ ജോൺ 11 എന്ന് പറഞ്ഞ് പിന്നെ പോപ്പായി. അപ്പോൾ ഈ ആൽബറിക്കിൽ മറാസിയയ്ക്ക് വേറൊരു മകനുണ്ടായിരുന്നു. അവൻ ആൽബറിക് ജൂനിയർ എന്നറിയപ്പെട്ടിരുന്നത്. അവൻ വന്ന് ഈ ആദ്യത്തെ പറഞ്ഞ പോലെ മറാസിയയുടെ മകനെ പോപ്പിനെ തടവിലാക്കി കൊന്നുകളഞ്ഞ് അവൻ പിന്നെ പോപ്പായി. അപ്പം ഈ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പോപ്പുമാർക്ക് വൈദികനാകണമെന്ന് ഇങ്ങനെ പണമോ സ്വാധീനമോ ഉണ്ടെങ്കിൽ പോപ്പാവാം. പല കാലഘട്ടങ്ങളിലും വത്തിക്കാൻ സിംഹാസനത്തിലും 1-ലധികം പോപ്പുമാരുണ്ടായിരുന്നു. ഫ്രാൻസിൽ ആവിഞ്ഞോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 പോപ്പുമാർ ഒരേ സമയത്ത്, വത്തിക്കാനിൽ ഒരു പോപ്പ്. ഈ പോപ്പുമാർ പരസ്പരം മഹറോൻ ചൊല്ലലും ശിക്ഷിക്കലും പുറത്താക്കലും നടന്നു. ചില ശക്തനായ പോപ്പ് ഫ്രാൻസിലെ രാജാവിനോട് പറഞ്ഞ് ഇപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്ന വിമത പോപ്പുമാരെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ കാരാഗ്രഹത്തിലൂടെയും വധിക്കുകയുണ്ട്. ഒരുപാട് കാലം അങ്ങനെ 31 ആൻറ്റി പോപ്പുമാരുണ്ടായിട്ടുണ്ട് സഭയിൽ. പിൽക്കാലത്ത് ഈ 31 പേരെയും വിശുദ്ധന്മാരാക്കി പണപ്പെട്ടി വെച്ച് നേർച്ച പിരിക്കുന്നുണ്ട്. അവരുടെ പേരിൽ പള്ളികളുമുണ്ട്. ഈ ആൻറ്റി പോപ്പിൻ്റെ യഥാർത്ഥ പോപ്പ് ഏതെന്ന് അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വത്തിക്കാനിൽ. അതുപോലെ 1855
ഫോർമോസൂസ് എന്ന് പറഞ്ഞൊരു പോപ്പുണ്ടായിരുന്നു. ഫോർമോസസ് പോപ്പ് കുറേ കാലം മരിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു മുഴു ഭ്രാന്തനാണ് പിന്നീട് പോപ്പായി വന്നത്. ഈ പറഞ്ഞ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പോപ്പ് 9 മാസം കഴിഞ്ഞിരുന്നു ഫോർമോസസ് മരിച്ചിട്ട്. അയാളുടെ പ്രേതം മാന്തി എടുത്ത് രോമ കുപ്പായൊക്കെ ഇടിച്ച് സിംഹാസനത്തിൽ ഇരുന്നൊരു പ്രേത വിചാരണ നടത്തി. ഈ പോപ്പ് സ്റ്റീഫൻ നേരിട്ടാണ്, പോപ്പ് നേരിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിയമപരമായിട്ടല്ല നീ പോപ്പായത്, ഹെററ്റിക്കാണ്, ഇതൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ ഡീക്കനെ അതിന് പുറകിൽ നിർത്തി. ഇയാൾ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് വിചാരണ നടത്തി, ചോദ്യം ചോദിക്കും. ഈ ഡീക്കൻ മറുപടി പറയും, ഞാൻ ഹെററ്റിക്കായിരുന്നു, ഞാൻ തെറ്റ് കാണിച്ചിട്ടുണ്ട്, ഞാൻ ശരിയല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇയാളുടെ ശിക്ഷ വിധിച്ചു. മഹറോൻ ചൊല്ലി സഭയ്ക്ക് പുറത്താക്കി. ഇയാളുടെ 2 വിരലുകൾ മുറിച്ചെടുത്തതിന് ശേഷം ടൈബർ നദിയിൽ ഒഴുക്കി വിട്ടു. ഈ ടൈബർ നദിക്ക് ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. ഒരുപാട് പോപ്പുമാരുടെ മൃതശരീരങ്ങൾ വഹിക്കാനുള്ള ഭാഗ്യം ടൈബർ നദിക്ക് ഉണ്ടായിട്ടുണ്ട്. പോപ്പുമാരെയൊക്കെ മൂക്കും തലയൊക്കെ വെട്ടി അങ്ങോട്ട് ഇട്ടുകൊണ്ടിരുന്നത്. ഏതായാലും ഫോർമോസസിൻ്റെ ഈ മൃതശരീരം പിന്നെ ഇവിടുന്ന് ടൈബർ നദിയിലുള്ള കുറേ കാലം ഈ രോമക്കുപ്പായത്തിനുള്ളിലായിരുന്നത് കൊണ്ട് ഈ കാർക്കസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രാൻസിസ്കൻ മൊണാസ്ട്രിക്കാർ വീണ്ടെടുത്ത് അവിടെ സംസ്കരിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം അവിടുന്ന് വീണ്ടും സെൻറ്റ് പീറ്റേഴ്സിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് പാട്രിക് എന്ന് പറഞ്ഞൊരു പോപ്പ് വന്ന കാലം 9 വർഷം കഴിഞ്ഞ് വീണ്ടും ഇയാളെ പ്രേതവിചാരണം നടത്തി. എന്നിട്ട് ഇയാളുടെ തലയും വെട്ടി ബാക്കി വിരലുകളും ഈ 2 വിരലുകൾ മുറിച്ചെടുത്ത് 2 വിരൽ കൊണ്ടാണ് പോപ്പ് അനുഗ്രഹിച്ച വിരലുകൾ മുറിച്ചെടുത്ത് അങ്ങനെ പ്രേതവിചാരണ നടത്തി. പറഞ്ഞപ്പോൾ ഈ റോമിൽ നടന്നിടത്തോളം അട്രോസിറ്റീസ്, റോമിൽ നടന്നിടത്തോളം അക്രമം, കൊള്ളരുതായ്മകൾ ഈ പോപ്പുമാർ നടത്തിയതുപോലെ ആർക്കും നടത്താൻ പറ്റിയിട്ടില്ല. ഇവരുടെ ആധികാരിക ഗ്രന്ഥം പഴയ നിയമമായിരുന്നു. പഴയ നിയമം മുഴുവൻ നിങ്ങൾ ഓടിച്ചു നോക്കൂ, വായിച്ച് സമയം കളയാൻ ആർക്കും സമയം ഉണ്ടാവില്ല. അതിനകത്ത് മുഴുവൻ ചോരപ്പുഴയാണ്, കൊള്ളയും കൊലയും മാത്രമാണ്. മോസസ് ഈജിപ്തിൽ നിന്ന്, കെട്ടുകഥയാണ്, മോസസ് ഒരു മിത്താണ്. ഈജിപ്തിൽ നിന്ന് പോകുന്നപ്പോൾ 40 വർഷമാണ് ഈ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര. അവിടെ ഉണ്ടായിരുന്ന യഹൂദരല്ലാത്ത എല്ലാവരെയും കൊന്നു നശിപ്പിക്കാൻ യഹോവ കൽപ്പിച്ചു. യഹൂദരല്ലാത്ത തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദ ജനത മാത്രമാണ്, ഞാൻ മാത്രമാണ് നിങ്ങളുടെ ദൈവം. അവിടെയുള്ള എല്ലാം രാജവംശങ്ങളെ ഗോത്രങ്ങളെ മുഴുവൻ നശിപ്പിച്ച് 40 വർഷം എത്ര കോടി ജനങ്ങളെ കൊന്നിട്ടാണ് മോസസ് പോയത്. അതൊരു കഥ, മിത്താണ്. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പേപ്പസി ഇത് വളരെ ഭംഗിയായിട്ട് ചരിത്രമാക്കി മാറ്റി അവരങ്ങനെ കൊലപാതകത്തിൻ്റെ പരമ്പരകൾ ആരംഭിച്ചു. പിന്നെ പിൽക്കാലത്ത് വന്ന 1184 ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഏർപ്പാടാക്കിയ ഒരു പോപ്പ്. ഇൻക്വിസിഷൻ നടത്തിയ പോപ്പിൻ്റെ കൽപ്പന ഇതായിരുന്നു: ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരെ വിചാരണ കൂടാതെ എവിടെ വെച്ചും എങ്ങനെയും വധിക്കാം. ആ വകുപ്പിൽ ഇവർ ഏതാണ്ട് 50 ലക്ഷം ജനങ്ങളെ കൊന്നു. ക്രൈസ്റ്റ് കില്ലേഴ്സ് എന്ന് പറഞ്ഞ യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തി. അന്നത്തെ യഹൂദ ജനസംഖ്യയുടെ ഏതാണ്ട് 50% പേരെയും പേപ്പസി കൊല്ലിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ കുരിശുയുദ്ധങ്ങളെ പറ്റി. 90 ലക്ഷം പേര് കുരിശുയുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അത് ആരംഭകാലങ്ങളിൽ, അല്ലെങ്കിൽ 10, 16, 18 നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ്. ഈ 20-ാം നൂറ്റാണ്ടിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ക്രൊയേഷ്യയിൽ 8 ലക്ഷം പേരെ വധിച്ചിട്ടുണ്ട്. 4,87,000 സെർബുകളെ വധിച്ചു, 37,000 ജിപ്സികളെ വധിച്ചു, 28,000 യഹൂദന്മാരെ വധിച്ചു ആ കത്തോലിക്ക രാജ്യമാക്കാൻ വേണ്ടി. ആ വധത്തിന് നേതൃത്വം നൽകിയ സ്റ്റെപ്പിനാക്ക് എന്ന് പറഞ്ഞ പുരോഹിതനെ ജോൺ പോൾ രണ്ടാമനോടെ പോയി വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ സ്പെയിനിൽ ഇൻക്വിസിഷൻ നടപ്പാക്കിയ ആളിനാണ് പേര് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഓർമ്മിക്കാൻ. മെഡലേഡ് എന്ന് പറഞ്ഞൊരു പുള്ളിയെ, ഒരു കത്തോലിക്കൻ ഡൊമിനിക്കൻ പ്രീസ്റ്റായിരുന്നു. അയാളും വിശുദ്ധനാണ്. ഞങ്ങളുടെ പള്ളിയിലും മത്സരങ്ങളിലും നേർച്ചപ്പെട്ടികളുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്, മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രാങ്കോ എന്ന് പറഞ്ഞ ഭരണാധികാരിയെ നിങ്ങൾ കേട്ടിട്ടുള്ള ആധുനിക കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾ 5 ലക്ഷം മുസ്ലിമുകളെ അയാൾ കൊന്നു ഈ പറഞ്ഞ സ്പാനിഷ് വിപ്ലവത്തിലൂടെ. അങ്ങനെ കൊന്ന ആ മനുഷ്യനെ വിശുദ്ധനാക്കാൻ പറ്റിയില്ല. കാരണം അയാൾ വൈദികനായിരുന്നില്ല. വൈദികനോ കന്യാസ്ത്രീ അല്ലാത്ത ആർക്കും വിശുദ്ധനാകാൻ പറ്റില്ല, ഞങ്ങളത് സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ ഇയാൾ വിശുദ്ധനായതിന്. ഇതുപോലെ ഒരുപാട് വിശുദ്ധന്മാരെ ഞങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവിടെയും ഈ കാര്യങ്ങൾ ആരംഭത്തിലാണെന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പഴയ തലമുറയ്ക്കറിയാം. ഒരു മറിയക്കുട്ടിക്ക് ഒരു കേസുണ്ട്. 2 സിനിമ അതിനെപ്പറ്റി ഇറങ്ങിയിരുന്നു. മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കൊന്ന ഒരു ഓണംകുളം ആലപ്പുഴ പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചില കാട് കയറി പോവുകയാണ്. അവിടെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ, മറിയക്കുട്ടി, അതിസുന്ദരിയായിരുന്നു അവൾ. 3 വിവാഹം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 വിവാഹത്തിൽ മക്കളും ഉണ്ടായിരുന്നു. 4ാമത്തെ വിവാഹം ഒരു തളർവാദക്കാരൻ്റെ കൂടെ. ഇവർക്ക് ആരെങ്കിലും സംരക്ഷണം ഒരു വീട് വേണം, അവിടെ കയറി കിടന്നു. അവിടെ വികാരിയായിരുന്നു ഈ അച്ഛൻ, ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം. ദാരിദ്ര്യമാണ്. അന്ന് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമേരിക്കയിൽ നിന്ന് പാൽപ്പൊടിയും നെയ്യും ഒക്കെ വരും, പള്ളി വഴി വിതരണം ചെയ്യും.
പാൽപ്പൊടി കുറുക്കി ഞങ്ങളൊക്കെ പാത്രം കൊണ്ടുപോയി മേടിച്ചിട്ടുണ്ട്. നെയ്യ് കൊടുക്കും കുറേശ്ശെ. ഇങ്ങനെ പള്ളി വഴി മാത്രമേ കൊടുക്കും. അത് അവരുടെ ഒരു സ്ലിങ്സ് ആയിരുന്നു. അമേരിക്കക്കാർ ഇവിടെ ക്രിസ്തീയവൽക്കരിക്കാനുള്ള ഒരു നീക്കമായിരുന്നു. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൊടുത്താൽ മതി ഇവിടെ ദാരിദ്ര്യമുള്ള കാലത്ത്. പക്ഷേ പള്ളി വഴിയെ വിതരണം ചെയ്യും. അതിൻ്റെ പേരിൽ കുറേ കൊലപാതകങ്ങളും അഴിമതി അക്രമമൊക്കെ നടന്നിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ഏതായാലും ഈ മറിയക്കുട്ടി തളർവാതെ കിടക്കുന്ന ഭർത്താവ്, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, 3-4 വയസ്സുണ്ട്, വീട്ടിലൊന്നും കഴിക്കാനില്ല. ഈ പള്ളിയിൽ വരും, ഈ പാൽപ്പൊടിയും ഇതൊക്കെ മേടിക്കും. ഇവള് സുന്ദരിയായിരുന്നുകൊണ്ടും അച്ഛൻ വളരെ സമർത്ഥനായിരുന്നുകൊണ്ട് ഇവളെ മെല്ലെ ലൈനിടിച്ച് സ്വന്തമാക്കി ഗർഭിണിയായി കഴിഞ്ഞിട്ട് ഈ പ്രശ്നം അവിടെയൊക്കെ പാട്ടായി കഴിഞ്ഞപ്പോൾ അയാൾ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ മാർ മാത്യു കാവുകാട്ട് ഇയാളെ നീ ഇടവക ഭരിക്കാൻ കൊള്ളില്ല, വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഒരു ഓർഫനേജ് ഇട്ട് കൊടുത്ത് അതിന് ഡയറക്ടറാക്കി വെച്ചു. മറിയക്കുട്ടി പ്രസവിച്ചു, ആൺകുട്ടി. എന്നിട്ട് മറിയക്കുട്ടി പ്രസവം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വരും കൊച്ചിനെയായിട്ട്. ചിലവിന് പൈസ വേണ്ടേ? ഇത് വന്ന് ഒരു 5-6 മാസം കഴിഞ്ഞ് മറിയക്കുട്ടി തന്നെ വരാൻ തുടങ്ങി. അച്ഛൻ അവിടെ നിന്ന് പിറ്റേ ദിവസം വരുള്ളൂ. ഇതൊക്കെ അവിടെ നമുക്ക് ചങ്ങനാശ്ശേരിക്കാർ ഇപ്പോഴും പാട്ടായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഏതെങ്കിലും അവസാനം ഇതൊരു പ്രശ്നമായി. ബിഷപ്പ് തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഈ ഒളിച്ചുകളി വേണ്ട, നീ ഉടുപ്പ് ഊരിയിട്ട് ആ സ്ത്രീയെ കല്യാണം കഴിക്കുക, കൊച്ചിന് ചിലവിന് കൊടുക്കുക. അപ്പം മറ്റ് വൈദികർ സമ്മതിച്ചില്ല. അപ്പം ഞങ്ങളുടെ വൈദികരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായ ബ്രഹ്മചര്യ വ്രതം നോറ്റ് എടുത്തിരിക്കുന്ന ഞങ്ങളുടെ വൈദികർ ഒരു ആളിങ്ങനെ ചാടിപ്പോകുന്ന ആ കാലത്ത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ധാരാളം പേര് പോയിട്ടുണ്ട്, അത് വേറൊരു കാര്യം. ഇയാൾ ആ വൈദികരെല്ലാവരും കൂടി പറഞ്ഞ് അവൾക്ക് ഇവിടെ ഒരു വീട് വാങ്ങിക്കൊടുക്കുക, ഇവിടെ താമസിപ്പിച്ചാൽ നിങ്ങളുടെ ഈ രഹസ്യബന്ധവും തുടരാം എന്ന് പറഞ്ഞ് ഇവളെ ഒരു ദിവസം ഒറ്റയ്ക്ക് വരുത്തി ഒരു രാത്രി അവിടെ തങ്ങാൻ, ഈ വീട് കാണാൻ പോകാനാണെന്ന് പറഞ്ഞ് അവിടെ എസ്റ്റേറ്റ് മുതലാളിയുടെ ഔട്ട് ഹൗസിൽ വെച്ച് മദ്യപാനം എല്ലാം കഴിഞ്ഞ് ഇയാൾ ആ മന്ദപരിധി എന്ന് പറഞ്ഞ ഭാഗത്ത് പള്ളിയിൽ 3 വർഷം വികാരിയായിരുന്നു. അയാൾക്കവിടുത്തെ ഓരോ മുക്കുമൂലം അറിയാം. അവിടെ കൊണ്ടുപോയി അവളെ ഈ പറഞ്ഞ ഭോഗിച്ചതിന് ശേഷം കല്ല് അടിച്ചെടുത്ത് തലക്കടിച്ച് കൊന്നു. തലക്കടിച്ച് ഈ കല്ല് ശരിക്കും വീഴാഞ്ഞുകൊണ്ട് ഇവൾ നിലവിളിച്ച് എന്നെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് നിലവിളിച്ചത്. അടുത്തൊന്നും റബ്ബർ തോട്ടങ്ങൾ അടുത്തുള്ള കുറേ വീട്ടുകാരൊക്കെ ഇത് കേട്ടു. അന്ന് 9 സാക്ഷികളുണ്ടായിരുന്ന കേസ് പറഞ്ഞെടുത്ത്. അതിൽ 3 സാക്ഷികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ ഈ 3 സാക്ഷികളെയും മറിയക്കുട്ടിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു ചെറിയ കൈത്തോടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഇതിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ തന്നെ കുഴിച്ചിട്ടത്. തീർച്ചയായിട്ടും തീർത്ഥാടന കേന്ദ്രമാക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഏതായാലും അതിലെ 3 സാക്ഷികളെ കഴിഞ്ഞുകൊണ്ട് ഞാൻ കണ്ടതാണ് കഴിഞ്ഞ മാസവും. അതിൽ 86 വയസ്സുള്ള ബേബിയും 90 വയസ്സുള്ള റാഹേലമ്മയും അച്ഛനെ കൊണ്ടുവരെ രാജുവിനെയൊക്കെ എനിക്കറിയാം. എന്തുമാകട്ടെ, ഈ അച്ഛനെ അവസാനം കേസിൽ അറസ്റ്റ് ചെയ്തു. ചുരുക്കി അങ്ങ് പറയാം, അറസ്റ്റ് ചെയ്ത് ബിഷപ്പിൻ്റെ അനുമതിയോടുകൂടി രാമനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയാൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അനുജനായിരുന്നു അന്ന് DYSP അവിടുത്തെ, അയാളാണ് അറസ്റ്റ് ചെയ്ത്. അയാൾ പിൽക്കാലത്തെ മാതൃഭൂമിയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ചരിത്രം മുഴുവൻ പറഞ്ഞുകൊണ്ട്. അച്ഛൻ്റെ പേരിൽ കുഞ്ഞിരാമ വൈദ്യർ എന്ന് പറഞ്ഞ സെഷൻസ് ജഡ്ജ് കൊലപാതകം ഇതിനുള്ള കുറ്റമായിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കത്തോലിക്ക സഭ തറകുടഞ്ഞെഴുന്നേറ്റു. ചങ്ങനാശ്ശേരി പാലാ രൂപതകളൊക്കെ ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ ASR ചാരി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നു. അഡ്വക്കേറ്റ് ചാരിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഹൈക്കോടതിയിൽ ആ ബെഞ്ചിലെ ജഡ്ജ്. ആ കേസ് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി അച്ഛനെ ഒഴിവാക്കി. പിന്നീട് അപ്പീൽ പോയില്ല. EMSൻ്റെ ഭരണകാലം, അത് വേറെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇയാൾ അമ്പൂരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരം കന്യാകുമാരിക്ക് ഇടയ്ക്ക്, അതോടെ വിട്ട് ഇവിടെയെങ്കിലും നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഇയാൾക്ക് തളർവാദം പിടിച്ച് ഒരു വശം തളർന്നു പോയി. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് മുടിയൂർക്കര എന്ന് പറഞ്ഞൊരു പ്രീസ്റ്റ് ഹോമിൽ ഇയാളെ അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഇയാൾക്ക് ഇങ്ങനെ ബോധം വരും, പ്രശ്നമൊക്കെ വരുമ്പോഴേക്ക് ഇയാൾ അതും ഇതൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ മകനുണ്ട്, അവന് എന്തെങ്കിലും ഷെയർ കൊടുക്കണം, അവൻ അങ്ങനെ സഹായിക്കണം, ഇങ്ങനെ പറയാനൊക്കെ തുടങ്ങി. ഏതായാലും അവസാനം എങ്ങനെയാട്ടെ അങ്ങേര് 2000 മരിച്ചു. ഇയാളുടെ മകന്, ഈ പറഞ്ഞ മറിയക്കുട്ടിയിലുണ്ടായ മകൻ ജോയ്മോൻ ആലപ്പുഴയുണ്ട്. ആലപ്പുഴ രാമവർമ്മൻ കോളനി താമസിക്കും. 2 പെൺമക്കളുണ്ട്, 2 പേരും പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. ഇപ്പോൾ ജോലിയായിട്ടാണ്. അവരുടെ വിദ്യാഭ്യാസം ഞങ്ങൾ ഒരുപാട് പേര് കുറേ എല്ലാം സഹായിച്ചിട്ടുമുണ്ട്. ജോയ്മോൻ അച്ഛൻ്റെ മകൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ആ മനുഷ്യരെ ഇപ്പം വിശുദ്ധനാക്കാൻ അതിരുമ്പോൾ 2 പള്ളിയുണ്ട്. ഒരു പഴയ പള്ളിയിൽ ഇയാളെ സഹനദാസൻ എന്ന പേര് പറഞ്ഞ് ഇപ്പോൾ 10 ദിവസത്തെ നൊവേന നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരുപാട് പേർക്ക് അത്ഭുത രോഗശാന്തി ഉണ്ടാകുന്നുണ്ട്. ഈയിടെ ഒരു കന്യാസ്ത്രീ പുസ്തകം എടുത്തിട്ടുണ്ട്, അതിരുമ്പുഴയുടെ അഗ്നി നക്ഷത്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെ അതുപോലെ ഞങ്ങൾ ഫ്രാങ്കോയെ വിശുദ്ധനാക്കുമ്പോൾ ഒട്ടും താമസിക്കേണ്ട. ഫ്രാങ്കോയ്ക്കും ഞങ്ങളിങ്ങനെ കഥകൾ ഉണ്ടാക്കും. 10-25 കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും മറക്കും. ഇതുപോലെ ഈ വൈദികർക്ക് എന്തും എവിടെയുമാകെ ഏത് വീട്ടിലും കടന്നു ചെല്ലാമെന്ന്. ഞങ്ങളുടെ വൈദികർക്കൊക്കെ ആരംഭകാലത്ത് അവർ പറഞ്ഞത് കരപ്രമാണിമാരാണ്. അവരെ കണ്ടാൽ എല്ലാവരും തോർത്ത് കഴിച്ചു അരയെ കെട്ടി തോച്ചാരിച്ച് നിൽക്കും. ഏത് വീട്ടിൽ ചെറുപ്പക്കാർ പെൺപിള്ളേരുണ്ട് അവിടെയൊക്കെ ഇവർ പോകുമായിരുന്നു. ഇവർക്ക് അവകാശമായിട്ടത് അവരെ ഭയമായിരുന്നു, അല്ലെങ്കിൽ അവർ ശപിച്ചു അല്ലാതാക്കി കളയും. എൻ്റെ ചെറുപ്പത്തിലൊരു സംസാരിക്കാൻ വയ്യാത്തൊരു ഭിക്ഷക്കാരനല്ലേ വരും. അപ്പോൾ ഒരിക്കലും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് പണ്ട് ഏതാണ്ട് ഒരു അച്ഛനെ കൊഞ്ഞനം കുത്തിയാൽ അച്ഛൻ ശപിച്ചതാണ്, നാക്കിറങ്ങിപ്പോയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അച്ഛന്മാരിങ്ങനെ ശപിച്ച് ഞങ്ങളെയൊക്കെ ഇങ്ങനെ കാക്കയോ പൂച്ചയൊക്കെ ആക്കി കഴിഞ്ഞാൽ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയത്തിൻ്റെ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് സഭ ഇങ്ങനെ ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷേ വിദേശങ്ങളിലെ സഭയുടെ ഈ പറഞ്ഞ അവസ്ഥ വളരെ കഷ്ടമാണ്. അമേരിക്കയിൽ ഇപ്പം ഞങ്ങളുടെ കത്തോലിക്ക സഭയ്ക്ക് ആകെപ്പാടെ 5 ലക്ഷം വൈദികരുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നത്. പ്രാക്ടീസിങ് പ്രീസ്റ്റാണോ എന്തുവാട്ടെ, ഈ വൈദികനായ ഒരു പ്രത്യേകതയുണ്ട്. അത് ആത്മാവിൽ പതിപ്പിച്ച മുദ്രയാണ്. അവൻ ഏത് കൊലപാതകം നടത്തിയാലും ആ വൈദിക പദവി എടുത്തു മാറ്റാൻ പറ്റില്ല ആർക്കും. ഞങ്ങളുടെ ഈ ജയിലിൽ ഇരട്ട ജീവനം തന്നെ റോമിനൊക്കെ ഇപ്പോഴും റവറൻഡ് ഫാദർ തന്നെയാണ്. കാരണം അത് ആത്മാവിൽ പതിപ്പിച്ച മുദ്രയാണ്. അവനിപ്പോഴും കുമ്പസാരിപ്പിക്കാം, അവനിപ്പോഴും കുർബാന കൊടുക്കാം, അവനെല്ലാം ചെയ്യാം, പാപമോചനം നിർത്താം, എല്ലാം ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. മെത്രാൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഒരിക്കൽ പതിച്ചാൽ. പക്ഷേ നേരെ മറിച്ച് കന്യാസ്ത്രീക്ക് ആനുകൂല്യം ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ കന്യകമാർ ഇവർക്ക് അവകാശപ്പെട്ടതാണ്. അവർ ദൈവത്തിൻ്റെ മണവാട്ടിമാരുമാണ്. അവർ എന്തെങ്കിലും ഇപ്പം നമ്മളെ ലൂസിയുടെ കാര്യം ആരോട് സാന്ദർഭികമായിട്ട് പരാമർശിക്കുന്നത് കേട്ടു. ലൂസിയുടെ പുസ്തകം കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ലൂസിയുടെ അടുത്തൊരു പുസ്തകം വരുന്നുണ്ട്, പെൻഗ്വിൻ ബുക്സ് ഇറക്കുന്നുണ്ട്. മാതൃഭൂമി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഈ നല്ല സമയം ലൂസി സ്റ്റാർ ആയതുകൊണ്ട് ഈ പുസ്തകമൊക്കെ DC ഇറക്കിയ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ 10ാമത്തെ എഡിഷനാണ്, ഒരു മാസം കൊണ്ട്. അത്ര ചിലവാകുന്നുണ്ട്. ഏതായാലും പുസ്തകമുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സഭ്യതയുടെ അതിൽ ലംഘിക്കാത്ത വൈദിക പീഡനമൊക്കെ എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കന്യാസ്ത്രീകളായിട്ട് ഞാൻ ഈ ഒരു മഠത്തിന് പുറത്തിറക്കാൻ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് കോമ്പൻസേഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. നിയമം അനുസരിച്ച് ഇവർക്ക് കോമ്പൻസേഷൻ ചോദിക്കാൻ പാടില്ല എന്നൊക്കെയാണ് കാനൂൻ നിയമം 469 ഉണ്ട്. കന്യാസ്ത്രീകൾ പോരുമ്പോൾ ഇവരുടെ നിത്യവ്രത വാഗ്ദാനം 14 വയസ്സ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കുടുംബത്തിലെ അലോഹ്യം കൊണ്ടോ സാമ്പത്തിക പരാധീനത കൊണ്ടോ മറ്റോ പല മാനസിക കാരണങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഈ പെൺകുട്ടികളെ 4 വർഷം ഈ പറഞ്ഞ ഈ നൊവിഷ്യേറ്റ് കണ്ടീഷനിങ് നടത്തി 4ാം വർഷം നിത്യവ്രത വാഗ്ദാനമാണ്. അതിന് 60 ദിവസം മുമ്പ് ഇവരുടെ പേരിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്ത ബന്ധുവിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യണം. ഇവർ കയറുമ്പോൾ ഒന്നും ഉണ്ടാവരുത്. തിരിച്ച് പോകാനുള്ള അവസരമൊക്കെ ഉണ്ടാവരുത്. കാരണം ഇപ്പോൾ എങ്ങോട്ട് പോകും? തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറ്റുമോ? ഇവിടെ സ്വത്തുക്കളൊക്കെ ആംഗ്ലമാരുടെ കയ്യിലായിരിക്കും. ഇന്നലെ പേപ്പറിലുണ്ട്, ഡെയ്സി ദേവസ്വം എന്ന് പറഞ്ഞ കന്യാസ്ത്രീ പുറത്ത് പോകുന്ന ഇങ്ങനൊരു പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ കാണാൻ പറ്റില്ല, ഇന്നലെ ഇവിടെയായിരുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾ ഈ 5 ലക്ഷം വൈദികരുള്ളതിന് 1000 പേര് ഡിസ്പെൻസേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നുണ്ട്. പോപ്പ് അനുവദിക്കണം ഇവർക്ക് പുറത്ത് പോയി കല്യാണം കഴിക്കാനോ പുറത്ത് പോയി ജീവിക്കാനോ. അതുപോലെ അമേരിക്കയിൽ ഒരു വർഷം ശരാശരി 50,000 സെമിനാരിയൻസ് വൈദിക പഠനം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്നത് 10,000 താഴെയായിട്ട് കുറഞ്ഞു. ഇവിടെ സീറോ മലബാർ രൂപത എന്ന് പറഞ്ഞാൽ എറണാകുളത്തുണ്ട്. അവിടെ 10ഉം 1200ഉം കന്യാസ്ത്രീകൾ ട്രെയിനിങ് നടത്തിയിരിക്കുന്ന 6ഓ 7ഓ പേരായി മാറി. ആ സ്ഥാപനങ്ങളൊക്കെ മറ്റ് ഡൈവേർഷൻ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. ഇപ്പം വേറെ ഒരു ചെറിയ കാര്യം ഞാൻ ഓർക്കാറുണ്ട്. ഇവിടെ അത് ഞാൻ പിന്നെ പറയാം. ഏതായാലും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന സഭ, നമ്മൾ ആദ്യം ഒരിക്കൽ പറഞ്ഞില്ലേ, മതത്തെപ്പറ്റി സഭ പഠിപ്പിക്കുന്ന ഇതാണ്. മതം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കേണ്ട കൽപ്പനകളുടെയും വിശ്വസിക്കേണ്ട സത്യങ്ങളുടെയും സമാഹാരമാണ് മതം എന്ന് പറയുന്നത് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ മതവിശ്വാസി അവന് ഈ പറഞ്ഞ ഒരേ ഒരു മതം, ഏകരക്ഷകനായ യേശുവിലൂടെ മാത്രം രക്ഷ. ദൈവം BC 4004 സ്വന്തം രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാവേണ്ടതാണ്. എന്തുമായിട്ട് അതില്ല, കത്തോലിക്കർ മാത്രമേ മനുഷ്യരുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പിന്നെ മതങ്ങൾ, ആ മതങ്ങൾ അത് ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കേണ്ടത്, ലോകത്തെ മുഴുവൻ ആ മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ മാർപ്പാപ്പന്മാർക്കുള്ളത്. അതിനുവേണ്ടി അവർ എന്ത് വഴിയും സ്വീകരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് ഒത്തുതീർപ്പിനും അവർ തയ്യാറാവും. 1471 സിസ്റ്റസ് 4 എന്ന് പറഞ്ഞൊരു പോപ്പ്, അവിടെ പണം വേണം. ഇവർക്ക് പണത്തിന് വേണ്ടി എല്ലാ കാര്യത്തിലും. ഇവന്മാർക്ക് ഒരുപാട് വെപ്പാട്ടികളുണ്ടായിരുന്നു, ഒരുപാട് ഗാംബിളിങ്ങിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു, അമിതമായ മദ്യപാനികളുണ്ടായിരുന്നു. പോപ്പുമാരിൽ 366 പോപ്പുമാരിൽ ഒരുത്തൻ പോലും നല്ലവനെന്ന് പറയാവുന്നില്ല. ഒരാൾ കഷ്ടിച്ചൊരു 33 ദിവസം ഭരിച്ചു, അയാളെ കൊന്നുകളഞ്ഞവർ. ജോൺ പോൾ ഒന്നാമനെ നിങ്ങൾ ഓർക്കേണ്ട, 1978 33-ാം ദിവസം കൊന്നുകളഞ്ഞ ഒരു പോപ്പ്. കുറച്ച് മാർസിൻ തിയോളജിയൊക്കെ ഡോക്ടറേറ്റ് എടുത്തൊരു മനുഷ്യനായിരുന്നു. സഭ ഒരുപാട് മരണം. അതുകൊണ്ട് ഇവരവിടെ ആ കൊന്നുകളഞ്ഞു. ഒരു തെളിവുണ്ടായിരുന്നില്ല. വിഷം കൊടുത്ത് കൊല്ലുക ചെയ്ത്, വിഷം കുത്തിവെച്ച് കൊന്നത്. ആ വിഷത്തിൻ്റെ പേര് ഞാൻ മറന്നു. ഏതായാലും അതിന് പിന്നെ ഒരൊറ്റ പോപ്പ് നല്ലതാണ്. സത്യത്തിൽ ഈ പൊന്തിഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പോപ്പ് എന്ന് പറയുന്ന വ്യക്തി ഒരു തടവുകാരനാണ്. അവിടെ ഉള്ള ഒരുപാട് കർദിനാൾമാരുണ്ട്. കർദിനാൾ തിരുസംഘം എന്നും പറഞ്ഞു ഇപ്പോൾ ഇതിങ്ങനെ ആഴ്ചതോറും കർദിനാളിനെ ഉണ്ടാക്കുന്നുണ്ട്. 100-300 കർദിനാളന്മാരുണ്ട്. ചുവന്ന കുപ്പായവും കിരീടമൊക്കെ വെച്ച് അവർക്ക് ഓരോരുത്തർക്കും സ്വന്തം കൊട്ടാരങ്ങളുണ്ട്. ഈവൻ വത്തിക്കാൻ പാലസിൽ 11,000 സ്യൂട്ടുകളുണ്ട് ഇവർക്കൊക്കെ താമസിക്കാൻ.
അവിടെ AD 555 പെണ്ണുങ്ങളും കാർഡിനലാവുമായിരുന്നു. പൈസ കൊടുത്ത പെണ്ണുങ്ങളും കാർഡിനലാക്കി. ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നു കർദിനാൾമാർക്ക്, അവരെയും വേഷം മാറ്റി താമസിപ്പിക്കുമായിരുന്നു. അവിടെ ജോവാൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ 855 പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, സ്ത്രീയാണെന്നറിയാതെ. എന്നിട്ട് അവൾ ജോൺ എന്ന ജോൺ 10 എന്നുള്ള പേരിൽ അവൾ 2 വർഷവും 7 മാസവും 4 ദിവസവും ഭരിച്ചു. അവിഹിത ഗർഭം. അവളൊരു ഘോഷയാത്ര ഈ പ്രദക്ഷിണം അങ്ങനെ പോയ വഴിക്ക് കുതിരപ്പുറത്ത് വെച്ച് പ്രസവവേദന ഉണ്ടായി, പ്രസവത്തോടെ മരിക്കുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് അവരുടെ മകനും പോപ്പായി, അതൊരു വേറൊരു കാര്യം. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, ഈ പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പുരുഷനായിരിക്കണമെന്ന് ഉറപ്പ് വരുത്തണം, സ്ത്രീകൾ പോപ്പാവരുത് എന്നുള്ള. ഇനി പറഞ്ഞ യേശുവിൻ്റെ ബൈബിളിൽ അങ്ങനെ നിരോധനമൊന്നും ഇല്ലെങ്കിലും പിന്നീട് ഇവരൊരു ചുവന്ന മാർബിൾ കമ്മോഡ് മാതിരി ഒരെണ്ണം ഉണ്ടാക്കി നടുക്കൊരു ഹോളുമായിട്ട് ബാത്റൂം പോലൊരു റൂം കയറ്റി ഈ പോപ്പാകാനുള്ള ഈ കർദിനാളന്മാരെ മുഴുവൻ അവിടെ ഇരുത്തി പരിശോധിക്കും, ഗൈനോക്കോളജിക്കൽ ടെസ്റ്റ് നടത്തും പുരുഷനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് സഭ എന്ത് ചെയ്യുന്നറിയാമോ, ഈ കസേര നിഷേധിക്കാൻ പറ്റില്ല, അതിപ്പോഴും ഉള്ളതാണ്. ഇപ്പോൾ പരീക്ഷണം ഇപ്പോൾ ഇല്ലെങ്കിലും അവർ പറഞ്ഞു, ദൈവം തൻ്റെ പ്രതിപുരുഷനെ, തൻ്റെ അഭിഷിക്തനെ ഇത്രയും താഴ്മയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അത്യുന്ന സ്ഥാനത്തേക്ക് കൊണ്ടിരുന്നു എന്നുള്ളതിന് തെളിവിന് വേണ്ടി ഈ കക്കൂസി കൊണ്ടുപോയി കമ്മോഡിൽ ഇരുത്തുന്നതെന്നാണ് പറഞ്ഞത്. സഭയുടെ ന്യായീകരണം അതാണ്. ഇതിൽ ആ കാലത്ത് ഇങ്ങനെ ജോവാൻ ഇവിടെ പറഞ്ഞ മാതിരി പോപ്പായി, ജോവാൻ ഗംഭീരമായിട്ട് ഭരിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ മറാസിയ, തിയോഡോറ ഇങ്ങനെയൊക്കെ ഭരിച്ചു. പിന്നെ ഒരു പോപ്പിന് തോന്നി ഇവർ ഈ ഇടക്കാലത്തായി യേശുവിൻ്റെ അമ്മയെ ഇങ്ങനെ കൊണ്ടുവന്നത്. യേശുവിൻ്റെ അമ്മയെ കൊണ്ടുവന്ന് യേശുവിൻ്റെ ഈ ചിത്രമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഗ്രീസിലുള്ളൊരു പ്രതിമയുണ്ടായിരുന്നു. പിന്നെ ഹോറോൺ എന്ന ഇവിടം ഈ പറഞ്ഞ ഐസിസ് എന്ന ദേവത ഹോറോൺ എന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന പ്രതിമയെ അങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അത് പരിശുദ്ധ കന്യാമറിയവും യേശു ക്രിസ്തു ആണെന്നും പറഞ്ഞ് ഇത് ചിത്രീകരിച്ചു, ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ ഒരു 12-ാം നൂറ്റാണ്ടിലെ പോപ്പിന് തോന്നി ഈ മാതാവിന് ഇച്ചിരി പ്രായം കൂടുതലാണ്. അപ്പോൾ മാതാവിന് പ്രായമുള്ള ചെറുപ്രായക്കാർ നിത്യ ഹരിത യൗവനം നിലനിർത്താൻ വേണ്ടി ഈ പോപ്പിൻ്റെ ഒരു വെപ്പാട്ടിയുടെ മകളുണ്ടായിരുന്നു, ഗീലിയ എന്ന് പറഞ്ഞൊരു വെപ്പാട്ടിയുടെ മകൾ. ഗീലിയയുടെ മുഖം ഇത് വരച്ച് ചേർത്ത മാതാവ് എപ്പോഴും ഇങ്ങനെ ചെറുപ്പക്കാരി കന്യകയായിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതേ ഗീലിയയുടെ പടം തന്നെ 14 വയസ്സുള്ളപ്പോഴത്തെ പടമാണ്. അവിടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു പ്രതിമയുണ്ട്, റോമാ സിംഹാസനം, നഗ്നയൊരു സ്ത്രീ പ്രതിമ മാർബിളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീതി ദേവതയ്ക്ക് കണ്ണില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ത്രാസും കൊണ്ട് നിൽക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ അവിടെ എമ്പളമുണ്ട്, അത് ഈ ഗീലിയയുടെ മുഖമാണ്, ഗീലിയയുടെ പടമാണ്. അങ്ങനെ ഇവർക്ക് ഈ അവിഹിത സന്തതികളുണ്ടായവരെ മുഴുവൻ പിൽക്കാലത്ത് പോപ്പാക്കി. യാതൊരു മടിയില്ലാതെ ഇതിനെല്ലാം രാജാക്കന്മാരുടെ അംഗീകാരം. ഈ ഇടക്കാലത്ത് ഫ്രെഡറിക് എന്ന് പറഞ്ഞൊരു രാജാവ് 1241 റോമാ സിംഹാസനം കൈയടക്കി പോപ്പിനെ, ചാർലമേൻ്റെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, കൈയടക്കി പോപ്പിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ഒപ്പിടിക്കുകയും പോപ്പ് ഒളിപ്പോവുകയും ചെയ്തു. എന്നിട്ട് ഗ്രീഗറി 9 എന്ന് പറഞ്ഞൊരു പോപ്പ് 1870 ഒരു സിനഡ് വിളിച്ചു കൂട്ടി, 69 കൃത്യമായിട്ട് സിനഡ് വിളിച്ചു കൂട്ടിയിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, എനിക്ക് ഇൻഫാളിബിലിറ്റി ഉണ്ട്, തെറ്റാവരമുണ്ട്, അത് അംഗീകരിപ്പിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടി സിനഡ്. കുറേ മെത്രാന്മാരൊക്കെ കൂടെ വന്ന് ഇയാൾക്ക് ഇൻഫാളിബിലിറ്റി ഉണ്ട്, ഇയാൾ എന്ത് തീരുമാനം എടുത്താലും ഇയാൾക്ക് തെറ്റ് പറ്റില്ല, കാരണം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അതിന് ഇയാൾ പറഞ്ഞ ന്യായം, എനിക്ക് രാജാക്കന്മാരെയും ചക്രവർത്തിമാരുടെയും പാപങ്ങൾ മോചിപ്പിച്ച് അവരെ സ്വർഗ്ഗരാജ്യത്തിൽ അയക്കാൻ എനിക്ക് അധികാരമുണ്ട്. രാജാവിന് അതില്ലല്ലോ, ചക്രവർത്തിക്ക് അതില്ലല്ലോ. അപ്പം ഞാനാണ് സുപ്രീം അതോറിറ്റി, എനിക്ക് ഭൗതികമായ അധികാരമുണ്ട്, ആത്മീയ അധികാരമുണ്ട്, ഈ ലോകത്തിൻ്റെ അധിപൻ ഞാനാണ് എന്ന് അന്ന് സ്ഥാപിച്ചു. പിൽക്കാലത്ത് വന്ന പോപ്പുമാർ അതേ വഴി പിന്തുടർന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പോപ്പുണ്ട്, പയസ് 12, കാർഡിനൽ പാസിലി എന്ന പേരിൽ. അയാൾ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജർമ്മനിയിലെ പേപ്പൽ ന്യൂൻഷ്യോ ആയിരുന്നു, പോപ്പിൻ്റെ അംബാസഡർ. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ട്, എല്ലാ രാജ്യത്തും പോകുന്നുണ്ട്, വത്തിക്കാൻ സ്വതന്ത്ര രാഷ്ട്രമാണല്ലോ. ഇയാളൊരു നാസി തന്നെയായിരുന്നു, ശരിയായ നാസി ചിന്താഗതിക്കാരനായിരുന്നു. അവിടെയുള്ള യഹൂദന്മാരുടെ മുഴുവൻ കൂട്ടക്കൊലയ്ക്കും ഹിറ്റ്ലറിന് ഇയാൾ ഒരുപാട് പിൻബലം, മാനസിക പിൻബലം കൊടുത്തു. നേരിട്ട് കൊന്നിട്ടില്ലെങ്കിലും ഇവരെയൊക്കെ കൊന്നോളാൻ പറഞ്ഞു. കൊല്ലേണ്ട ആവശ്യമാണ്, ക്രിസ്തുവിനെ കൊന്നവരാണ്, അതുകൊണ്ട് ഈ യഹൂദന്മാരെ കൊന്നേ പറ്റൂ. ഹിറ്റ്ലർ നല്ല ഉത്തമ കത്തോലിക്കനുമായിരുന്നു വിചാരിക്കണം, കത്തോലിക്കനെ കൂടെ മുസോലിനിയും കത്തോലിക്കനായിരുന്നു കേട്ടോ. അവർക്ക് ഇതൊക്കെ പറ്റൂ, ഇങ്ങനെ കൊല്ലണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് കത്തോലിക്കനെ പറ്റൂ. കാരണം ഹിറ്റ്ലർ കൊന്നു കൊല വിളിച്ചു. ഈ പോപ്പ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഹിറ്റ്ലർ സ്വാധീനിക്കാമായിരുന്നു. ഇയാളത് ആസ്വദിച്ചു. പിൽക്കാലത്ത് അയാൾക്ക് മുമ്പുണ്ടായിരുന്ന 11-ാം പിയൂസിനെ വിഷം കൊടുത്ത് കൊന്നു എന്നാണ് പറയുന്നത്. ഇയാളൊക്കെ കൂടെ കൊന്നിട്ട് അയാൾ ഈ കൊലപാതകങ്ങളെ പറ്റിയൊക്കെ പുള്ളി ഹിറ്റ്ലറിന് എഴുത്തൊക്കെ പിൽക്കാലത്ത് ഇത് പുറത്തു വന്നത്. ഏതായാലും ഈ പോപ്പ് പിന്നെ ഇയാൾ പോപ്പായി പിയൂസ് 12 എന്നുള്ള പേരിൽ. ഏതായാലും പിയൂസ് 12ൻ്റെ ഭാഗ്യദോഷത്തിൽ ഹിറ്റ്ലർ യുദ്ധത്തിൽ തോറ്റുപോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ വിശുദ്ധനായി, ഏറ്റവും പണം വരുന്ന വിശുദ്ധനായി മാറുമായിരുന്നു ഹിറ്റ്ലർ. അത് ഭാഗ്യദോഷത്തിന് സംഭവിച്ചില്ല. പക്ഷേ
പയസ് 12 ഹിറ്റ്ലറിനോടുള്ള അയാളുടെ അനുയായികളുടെ കടപ്പാട് തീർത്തു. അയാളുടെ 8 ക്യാബിനറ്റ് മന്ത്രിമാരെ പേരിൻ്റെ ഡയറിയിലുണ്ട്, ആരെങ്കിലും സംശയം ചോദിച്ചാൽ മുഴുവൻ പേര് ഞാൻ പറയാം. ഐക്മാൻ ഉൾപ്പെടെയുള്ള, ഐക്മാൻ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഈ പറഞ്ഞ ഓഷോവിറ്റ്സ് ക്യാമ്പിൻ്റെ ഒക്കെ ചാർജ്, ഈ കൂട്ടക്കൊലയുടെ ഉത്തരവാദി അയാളായിരുന്നു. അയാൾ ഉൾപ്പെടെ 8 ക്യാബിനറ്റ് മന്ത്രിമാരെ വത്തിക്കാൻ വഴി ഡോക്യുമെൻ്റെല്ലാം ശരിയാക്കി ലാറ്റിൻ അമേരിക്കയിൽ രക്ഷപ്പെടുത്തി വിട്ടത്. ഐക്മാനെ പിൽക്കാലത്ത് ഇസ്രായേലിൻ്റെ മൊസാദ് അയാളെ പിടിച്ചുകൊണ്ടുവന്ന് തൂക്കിലേറ്റുകയും ചെയ്തു. പിന്നീട് 30,000 നാസി കുറ്റവാളികളെ പട്ടാളക്കാരെ വത്തിക്കാൻ വഴി വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതമായി കടത്തിവിട്ടു. അങ്ങനെ അവരുടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണവും പണവും മുഴുവൻ വത്തിക്കാൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇയാൾ അങ്ങനെ ഏറ്റവും വലിയ പ്രത്യുപകാരം ചെയ്ത് കാർഡിനൽ ഈ പറഞ്ഞ പിയൂസ് 12 ഈ 20-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പോപ്പായിരുന്നു. അതിനുശേഷം പിന്നെ വന്നൊരു പോപ്പ് ഉണ്ടായിരുന്നു, ജോൺ പോൾ 6. ജോൺ പോൾ 6-ൻ്റെ തൊട്ട് മുമ്പായിരുന്നു ജോൺ 23 എന്ന് പറഞ്ഞ പോപ്പ് 2-ാം വത്തിക്കാൻ സോനോദോസ് വിളിച്ചു. 2-ാം വത്തിക്കാൻ സോനോദോസ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ നമ്മുടെ വിശ്വാസങ്ങൾ പലതും തിരുത്തേണ്ടതുണ്ട്, അന്യമതങ്ങളെ ആദരിക്കണം. ഒരുപക്ഷെ സ്വർഗരാജ്യത്ത് പോകണമെങ്കിൽ നിരീശ്വരനും പറ്റും നന്മ ചെയ്താൽ മതി. അത് വളരെ വർഷങ്ങൾക്ക് നമ്മളിവിടെ പറഞ്ഞു കേട്ടോ. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് ധർമ്മം മതി. ഏതായാലും ആ ചിന്തഗതിയിലേക്ക് ഒരു വന്നു. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ നിലവിളക്ക് കത്തിക്കലൊക്കെ അതിന് ശേഷം തുടങ്ങിയത്. ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. 1215 പോപ്പ് പറഞ്ഞു, ഹോണോറോസ് എന്ന് പറഞ്ഞ പോപ്പ് പറഞ്ഞു, ക്രിസ്ത്യാനികൾ അൽമായർ ബൈബിൾ വായിക്കാൻ പാടില്ല, അത് കുറ്റമാണ്. അൽമായരുടെ വീടുകളിൽ ബൈബിൾ സൂക്ഷിച്ചാൽ അവരെ മഹറോൻ ചൊല്ലിക്കളയും, അവയ്ക്ക് പുറത്താക്കുമായിരുന്നു. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടായിരുന്നു. 1966 വത്തിക്കാൻ സോനോദോസ് കഴിഞ്ഞപ്പോഴാണ് ബൈബിൾ വായിക്കാനുള്ള അനുവാദം കിട്ടുന്നതും. ജോസഫ് പുലുക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ഓശാന ബൈബിൾ എന്ന് പറഞ്ഞ ബൈബിൾ പരിഭാഷ എടുത്ത് ആദ്യം അത് വെറുതെ സൗജന്യമായിട്ട് കൊടുത്ത് 10-30 ലക്ഷം കോപ്പികൾ അങ്ങനെ അത് വിറ്റു. ഇപ്പോഴും 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് ബുക്ക്. അങ്ങനെ മരിച്ചുപോയി. ഇങ്ങനെയൊക്കെ വന്നിട്ടും ഈ ഓശാന ബൈബിള് പള്ളിയിൽ കയറ്റാനോ വിശ്വാസികൾ വായിക്കാനോ പാടില്ല എന്ന കൽപ്പനയുണ്ട്. ഇംപ്രിമാത്തൂർ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, വത്തിക്കാൻ അംഗീകരിക്കണം. ഇംപ്രിമാത്തൂർ ഉണ്ടെങ്കിൽ ആ പുസ്തകം ക്രിസ്ത്യാനികൾ വായിക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കണം എന്ന് തോന്നിയാൽ വത്തിക്കാൻ പറഞ്ഞെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് അവിടെ, അവർ ഇൻഡെക്സിൽ പെടുത്തും ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ. ഈവൻ നമ്മുടെ ഇയാളുടെ സെർവാൻറ്റീസിൻ്റെ ഡോൺ ക്വിക്സോട്ട് പോലും ഇൻഡെക്സിൽ പെടുത്തിയ പുസ്തകമാണ്. ഡെക്കാമറോൺ കഥകളെന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അങ്ങനെ ഇൻഡെക്സിൽ പെടുത്തിയതാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളെയും സഭാവിശ്വാസം പോകുന്നു പറഞ്ഞ് വായിക്കാൻ പാടില്ല, വായിക്കുന്ന കുറ്റകരമായിരുന്നു. ഏതായാലും 66 ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ച സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവർ ഈ വത്തിക്കാനും ഞാൻ പറഞ്ഞില്ലേ, ഈ ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വത്തിക്കാൻ പറഞ്ഞ യേശു എന്ന മിത്ത് ഇവർ കണ്ടെത്തി ഈ ക്രിസ്തു എന്ന് പറഞ്ഞൊരു മനുഷ്യനോട് ജീവിച്ചിരുന്നിട്ടേ ഇല്ല. അങ്ങനെ അവിടെ ഒരുപാട് പേര് റോമിനെതിരായിട്ട് വിപ്ലവം എന്ന് വെച്ച് ഗലീലിയക്കാരായ ഇസ്കറിയോത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിപ്ലവകാരികളെ ആയിരക്കണക്കിന് കുരിശെ തറച്ച് കൊല്ലുമായിരുന്നു. ഈ കുരിശെ തറച്ച് കൊല്ലുന്ന ആരുടെയും ശരീരങ്ങൾ സംസ്കരിക്കപ്പെടാറില്ല. ഗാഗുൽത്ത എന്നൊക്കെ പറഞ്ഞ ആ പ്രദേശത്ത് ഇതിങ്ങനെ കുരിശെ തൂങ്ങിക്കിടക്കും. സ്കാവഞ്ചർ ബേഡ്സ് എന്നൊക്കെ പറയുന്ന കഴുകനും അതുപോലെ ഇതൊക്കെ ഇതിൻ്റെ കണ്ണും മൂക്കും കഴുകും എല്ലാം നഗ്നരായിട്ടാണ് കുരിശെ തറയ്ക്കുക. വസ്ത്രം ഒന്നുമില്ല, നൂൽബന്ധമില്ലാതെ കുരിശിറക്കുക. അവിടെ കിടന്ന് ഇത് കൊത്തി വരച്ച് ഇതെല്ലാം തിന്ന് അഴുകി വീണ് അസ്ഥികൾ കുഴിഞ്ഞു വീഴുന്നതല്ലാതെ സംസ്കരിക്കുന്ന ഒരു പരിപാടി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. യേശുവിനെയും ഇവർ സംസ്കരിച്ചു എന്നുള്ള കെട്ടുകഥയുണ്ടാക്കി. കാരണം യേശുവിനെ ക്രൂശിക്കണമെന്ന് തീരുമാനിച്ച് ഒറ്റക്കെട്ടായിട്ട് സിൻഹേദ്രിൻ എന്ന യഹൂദന്മാരുടെ സഭ തീരുമാനിച്ചതാണ്. തലേന്ന് ഇവനെ ക്രൂശിക്കണം, ഇവനെ കൊല്ലണമെന്ന് തന്നെ തീരുമാനിച്ചതാണ്. ആ സിൻഹേദ്രിനിലെ മെമ്പറാണ് പിൽക്കാലത്ത് ബൈബിളിലെ വിശുദ്ധനാക്കി കൊണ്ടുവന്ന ജോസഫ് ഫരിമത്യ. സിൻഹേദ്രിനിലെ മെമ്പറായിരുന്നു. അയാൾ ഉൾപ്പെടെയുള്ളവരെ കൊല്ലാൻ പറഞ്ഞത്. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് ഇവർ വത്തിക്കാൻ കണ്ടെത്തി അരിമത്യാക്കാരൻ ജോസഫ് നല്ലവനായിരുന്നു, യേശുവിൻ്റെ അനുഭാവിയായിരുന്നു. ഇങ്ങനെ യേശു 3 മണിക്കൂർ കഴിഞ്ഞ് കുരിശെ മരിച്ചെന്ന് പറഞ്ഞ് പീലാത്തോസിൻ്റെ അടുത്ത് പോയി വാങ്ങിച്ചു. ആരും ഇല്ലാത്തൊരു കല്ലറയെ കൊണ്ട് ഇടയ്ക്ക്, ആരും താമസിക്കാത്തവനെ സംസ്കരിക്കാത്ത കല്ലറ ഇടയ്ക്ക് എന്നൊക്കെ ഉണ്ടാക്കി കെട്ടുകഥ ഉണ്ടാക്കിയതൊക്കെ പിന്നീടാണ്. യേശുവും അങ്ങനെ റോട്ടൻ ചെയ്ത ആ യേശു അങ്ങനെ പോയിട്ടുണ്ടാവുള്ളൂ. അതുപോലെ ഒരുപാട് യേശുമാരുണ്ടായിരുന്നു. ഇവർക്ക് ഈ കോൺസ്റ്റന്റൈന് കുരിശ് കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുക്കണമായിരുന്നു. സാങ്കല്പിക കഥാപാത്രമായിരുന്നു യേശു. യേശുവിനെ അപ്പോൾ കന്യകയിൽ ജനിപ്പിക്കണം, ദൈവപുത്രനായിട്ട് തന്നെ ജനിക്കണം. ആ കാലഘട്ടത്തിലെ സംസ്കാരം അനുസരിച്ച് ഏതാണ്ട് BC 600 ശേഷമുള്ള AD 200 വരെയൊക്കെയുള്ള എല്ലാ വലിയ ആൾക്കാരും ദൈവപുത്രന്മാരായിട്ടാണ് ജനിച്ചത്. സീസർ പ്ലേറ്റോയുടെ സീസർ ഹെർക്കുലീസിൻ്റെ മകനായിരുന്നു. പ്ലേറ്റോ ഇവിടെ അപ്പോളോയുടെ മകനായിരുന്നു. ജൂലിയസ് സീസറും അപ്പോളോയുടെ ഇയാളല്ല, നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇയാളുടെ മകനായിരുന്നു. ഇങ്ങനെ എല്ലാവരും
ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ട് ജനിച്ചിട്ടുള്ളൂ. പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രിമാർ സുന്ദരികളെന്ന് കണ്ട് ദേവപുത്രന്മാർ അവരുമായിട്ട് വന്ന് സംയോഗം നടത്തി അതിമാനുഷ്യരായ ജനങ്ങളെ മക്കളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ബൈബിളിലുണ്ട്. ബൈബിള് ഉൽപ്പത്തി 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവപുത്രന്മാരുടെ സ്ഥിരം ഹോബിയായിരുന്നു അത്. പിൽക്കാലത്ത് മാർപ്പാപ്പന്മാർ ഏറ്റെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ഇവർ ആ അവകാശം ഇങ്ങനെ കൈവശം വെച്ചുകൊണ്ട് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശുവിനെ ഉണ്ടാക്കിയെടുത്ത ജെറോം എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പോൾ അയാൾ വിശുദ്ധനാണ്, ഈ ജെറോമിനെ കൊണ്ട് കൂലിക്കിരുത്തി എഴുതിച്ചു. അപ്പോൾ ഒരുപാട് ഭാവനാ സൃഷ്ടികളുണ്ടാക്കി. ജൂദാസ് എന്ന് പറഞ്ഞ മനുഷ്യന് ഒറ്റിക്കൊടുത്തു. പക്ഷേ ഇവർ ഇത് ചിന്തിച്ചില്ല, ഈ ജൂദാസ് ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മിഷൻ പരാജയപ്പെടുകയല്ലേ? ക്രിസ്തുവിൻ്റെ ഈ സാൽവേഷൻ മിഷൻ എങ്ങനെ നടക്കും? ഒരാൾ ഒറ്റിക്കൊടുത്തെങ്കിലേ അയാളെ ക്രൂസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മെയിൻ കഥാപാത്രം യേശുവിൻ്റെ മഹത്വവൽക്കരണത്തിനും യേശുവിൻ്റെ ഉത്ഥാനത്തിനും കാരണക്കാരൻ ജൂദാസാണ്. ജൂദാസിനെ ഇവരെന്നിട്ട് വില്ലനാക്കി ചിത്രീകരിച്ചു. ഇതൊക്കെ കിട്ടുകഥ കേട്ടോ, അല്ലാതെ യേശുവിനെ അങ്ങനെ ആരും ഒറ്റിക്കൊടുത്തിട്ടുമില്ല, ഒന്നുമില്ല. ഒരുപാട് വിപ്ലവകാരികളുണ്ടായിരുന്നു. കാണുന്ന സംശയമുള്ളവരൊക്കെ പിടിച്ചിങ്ങനെ കുരിശെ തറച്ച് കൊല്ലും. അവിടുന്ന് ഒരു കഥാപാത്രത്തെ ചൂണ്ടിയെടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി. യേശുവിൻ്റെ ജനന സമയം കൃത്യമായിട്ട് പറഞ്ഞു. യേശു അങ്ങനെയാണ്. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പോലും ഇവർ പറഞ്ഞതിനകത്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, മുഴുവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. യേശു എന്നാ ജനിച്ചതെന്ന് ഇവർക്ക് പറയാം. യേശു എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു പുള്ളി അവിടെ ജനിച്ചെങ്കിൽ എന്തെങ്കിലും ചരിത്രരേഖകൾ കാണണ്ടേ? യേശു അവിടെ ജനിച്ചതായിട്ട് ഒരു ചരിത്രരേഖയില്ല. യേശു AD 1 ജനിച്ചെന്നും ഒക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി. AD 1 യേശു ജനിച്ചില്ല. കാരണം യേശുവിൻ്റെ കാലത്ത് 2 വയസ്സിൽ താഴെയുള്ള മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാൻ വേണ്ടി വിധിച്ച ഹെറോദ് ചക്രവർത്തി മരിക്കുന്നത് BC 4 അപ്പോൾ അതിന് മുമ്പ് ജനിച്ചിരിക്കണം. പിന്നെ ഒരു കഥയുണ്ടാക്കി ജനസംഖ്യാ കണക്ക്, അഗസ്റ്റസിൻ്റെ കാലത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന് ബോധിപ്പിക്കാൻ ദാവീദിൻ്റെ നഗരമായ ബെത്ലഹേമിലേക്ക് 80 മൈലുണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. ഈ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അവിടെ കണക്ക് 1000 വർഷം കഴിയുമ്പോൾ ഒരുത്തൻ്റെ ജന്മസ്ഥലവും പാരമ്പര്യവും ഒക്കെ പോയില്ലേ? അതിനകത്ത് വലിയ അർത്ഥമുണ്ടോ? ഏതായാലും പോട്ടെ, അതും അങ്ങ് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ അങ്ങനെ ഒരു സെൻസസ് നടന്നിട്ടില്ല. ആകെപ്പാടെ അവരുടെ സെൻസസ് നടത്തുന്നത് AD 6 അഗസ്റ്റസ് എന്ന് പറഞ്ഞ അഗസ്റ്റസ് അല്ല, അർക്കലാവോസ് എന്ന് പറഞ്ഞ ഹെറോദിൻ്റെ മൂത്ത മകൻ ജൂദയ ഭരിക്കുന്ന കാലത്ത് അർക്കലാവോസും റോമ ചക്രവർത്തിയായിട്ട് അപ്രീതി ഉണ്ടാകുകയും ഇയാളെ സ്ഥാനഭ്രഷ്ടനാക്കി കഴിഞ്ഞ് ഗവർണർ ഭരണത്തിൽ കൊണ്ടുവന്നു. അർക്കലാവോസ് എന്ന് പറഞ്ഞ് സിറിയൻ ഗവർണർ അവിടെ ഭരിക്കാൻ വന്നു. അന്ന് AD 6 ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. യഹൂദന്മാരുടെയും റോമാക്കാരും അവിടെ താമസിക്കുന്നവരുടെ വസ്തുവകളുടെ ഒരു കണക്കെടുപ്പ് നടന്നതേ ഉള്ളൂ. അത് സെൻസസേ ആയിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടുമ്പോൾ യേശു ആ കാലത്തൊന്നും ജനിച്ചിട്ടില്ല. പിന്നെ യേശുവിൻ്റെ ഉത്ഥാനവും കോൺസ്റ്റൻ്റൈൻ കൊണ്ടുവന്നതാണ്. യേശു ഞായറാഴ്ച ആണ് റിസറക്ഷൻ, യേശുവിൻ്റെ ഉദ്ധാരണം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 6-ാം ഞായറാഴ്ചയായത്. അതുകൊണ്ട് കോൺസ്റ്റൻ്റൈൻ ക്രിസ്തുമതത്തിൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്തപ്പോൾ അയാൾ സൺഡേ, യേശുവിൻ്റെ ഉത്ഥാന ദിവസം അവധി പ്രഖ്യാപിച്ചു. പിന്നെ സൺഡേ എന്ന് പറയാൻ വേറെ സൂര്യാരാധനക്കാർ അങ്ങനെ വേറെ കാരണങ്ങളുണ്ടാവാം. ഏതായാലും സൺഡേ അവധിയായത് കോൺസ്റ്റൻ്റൈൻകാർ ഒറ്റ കാരണം കൊണ്ടാണ്. ഏതായാലും ക്രിസ്ത്യാനികൾ ഇങ്ങനെ എല്ലാവരെയും എല്ലാ കാലത്തും ഈ അന്ധകാരത്തിൽ നിലനിർത്തിക്കൊണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് ചോദ്യം ചെയ്യാൻ അനുസരിക്കുക, എനിക്ക് തെറ്റാവരമുണ്ട്, ഞാൻ പറയുന്ന സത്യം, നിസ്സാരമായിട്ടൊരു കാര്യം നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവർ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തമാണെന്നും പറഞ്ഞ് വായി വെച്ച് തരുന്നില്ലേ? ഞാൻ അടുത്ത കാലത്ത് ജസ്റ്റിസ് KT തോമസ് ആയിട്ട് അങ്ങനെ ഈ നിയമപരിഷ്കാര കമ്മീഷനിൽ ചെയർമാനാക്കി വെച്ചു, ചർച്ച് ആക്ടിനെയൊക്കെ പറ്റി. ഞാൻ അടുത്ത താമസിക്കുന്ന ഇദ്ദേഹമായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ അങ്ങേരോട് പറഞ്ഞു, സാർ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ വൈദികർ കൊണ്ട് ഈ ആളുകളുടെ വായി കുർബാന വെച്ച് കൊടുക്കുന്ന അതെങ്കിലും ഈ പറഞ്ഞ മെഡിസിനൽ പോയിൻ്റ് ഓഫ് വ്യൂ, ആരോഗ്യപരമായ കാരണങ്ങൾ അതെങ്കിലും നിയമം മൂലം നിരോധിക്കണം. കാരണം ഈ നിപ്പ വൈറസ് പോലുള്ള വൈറസുകളുടെ കാലഘട്ടമാണ്. ആളുകളുടെ സ്പർശിക്കണമെന്ന് പോലുമില്ല, ഉമിനീരിലും ഒക്കെ ഉള്ള വൈറസുകൾ പറഞ്ഞ് മറ്റൊരാളിലേക്ക് അത് 100 കണക്കിന് പേരുടെ വായി വെച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നിയമം മൂലം നിരോധിക്കണം. അതൊരു സജഷൻ പുള്ളി വെച്ചിട്ടുണ്ട്, പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് നാക്കേ വെച്ചേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം പല ആളുകളും ഇങ്ങനെ ഞാനൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതാണ്, ഇതങ്ങ് കൊടുത്ത സാത്താൻ സേവക്കാർക്ക് കൊടുത്ത 5 ലക്ഷം രൂപ വില കിട്ടുമെന്ന് അറിഞ്ഞു. ഈ സാധനത്തിന്, ഈ ചെറിയ മട്ടുള്ള സാധനം സാത്താൻ പൂജയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അത്രയും വിലയുള്ളതാണ്. കൈ കൊടുത്താൽ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വായി കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം മറ്റ് പല രാജ്യങ്ങളിൽ അത് വായി കൊടുക്കാറില്ല, ഇത് വെച്ച് കൊടുക്കും, കൈ കൊണ്ടെടുത്ത് കഴിക്കുക പതിവ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു സംസ്കാരമുണ്ട്. അതിനകത്ത് വേറൊരു തമാശ, ഇത് യേശുവിൻ്റെ തിരുരക്തവും തിരുശരീരവുമാണെന്നാണ് അവകാശപ്പെടുന്നത്. സത്യത്തിൽ രക്തവും ശരീരവും കഴിക്കുന്നത് കന്നിബാളിസമാണ്, ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. ഇത് പറഞ്ഞു വരുമ്പോൾ ഓർക്കുന്നത്, ഇവിടെ ഈ അഖോരി എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണ സെക്ടറുണ്ട് ബനാറസ് ഭാഗത്ത്. അഖോരി ബ്രാഹ്മൺസ് ശിവൻ്റെ വിശ്വാസികളവർ, ശിവഭക്തരാണ്. ശിവൻ ഒരുപാട് രൂപഭാവഭേദങ്ങളുണ്ടല്ലോ. നമ്മുടെ പറയ ശിവനുണ്ട് പറശ്ശിനിക്കടവിൽ, ഇങ്ങനെയുള്ള രൂപ. ഈ അഖോരി ബ്രാഹ്മിൻസിൻ്റെ ഒരു സംസ്കാരമാണ്. ഈ ബനാറസ് കാശി ആ തീരത്ത്
ഗംഗാതീരത്ത് ദഹിപ്പിക്കുന്ന ശവങ്ങൾ പൂർണ്ണമായിട്ടും ദഹിക്കാത്തത് ദഹിച്ചത് അതിൻ്റെ അംശങ്ങൾ അതിന് ആ ഭസ്മം എടുത്ത് ദേഹം മുഴുവൻ പൂശി ദഹിക്കാത്ത ഭാഗങ്ങൾ എന്ന് ഭക്ഷിക്കും. അക്കോര് ബ്രാഹ്മൺസ് ശവശരീരത്തിൻ്റെ അംശം ഭക്ഷിക്കും. ശിവൻ ശിവനായിരുന്നു, ശിവൻ ഇത് ചെയ്താൽ വിശപ്പടക്കിയിരുന്നു എന്നുള്ള ഓർമ്മയ്ക്കായിട്ട് പ്രതീകാത്മകമായിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ഹിന്ദു സംവാദത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞു ഇത് അക്കോര് ബ്രാഹ്മൺസ് പ്രതീകാത്മകമായിട്ട് കഴിക്കുന്നു. നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നും കഴിക്കുന്നില്ല ഈ ശരീരവും രക്തവും. അതിനകത്ത് നിന്നിട്ട് ഞങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമെന്ന് ചോദിച്ചു. സത്യത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇവർ സത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ശരീരം തന്നെയാണ്, തിരുരക്തമാണ് ഇവനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെയുള്ളത് ആ കുർബാന കൈക്കൊള്ളണേ കുമ്പസാരിച്ച് പാപമെല്ലാം മോചിപ്പിച്ചതിന് ശേഷം ഇത് പാടുള്ളൂ. കുമ്പസാരിക്കാൻ പോകുമ്പോഴേ എൻ്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിച്ച് 56 വയസ്സായി, എൻ്റെ മൂത്ത മോൾ 50 വയസ്സുണ്ട്, ഭരണംകുളയിൽ പഠിപ്പിക്കുന്നത്. അവളൊന്നും കുമ്പസാരിച്ചിട്ടില്ല, കുമ്പസാരിക്കാൻ ഞാൻ വിട്ടിട്ടുമില്ല, മോനും. ഏതായാലും ഈ കുമ്പസാരിക്കുമ്പോഴേ നിങ്ങൾ ഒരു പാപവും മറന്നു പോകരുത്, മറക്കാൻ പാടില്ല. എല്ലാ പാപവും പറയണം. ചെറുപ്പക്കാരായ വൈദികർ, ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, ഇയാൾ ആവശ്യത്തിൽ കൂടുതൽ ഈവൻ മധ്യവയസ്കുകളെ പോലും ഇവർ സ്വാധീനിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ഇച്ചിരി പ്രായപൂർത്തി ആകാത്തവരാരും ഇല്ലെന്ന് ഞാൻ വിചാരിച്ച് പറയുകയാണ്. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഉൽപ്പാദനത്തിന് വേണ്ടി അല്ലാതെയുള്ള ലൈംഗികത പാപമാണ്. സെമൻ വജനയ്ക്കുള്ളിൽ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് മാസ്റ്റർബേഷൻ പാപമാണ്. അതുപോലെ നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ഗർഭധാരണത്തിന് വേണ്ടി സെമൻ എടുക്കാൻ പാടില്ല, പുറത്തെടുക്കാൻ പാടില്ല. അത് മൊഹീമൻ മിത്തായിൽ 6-ാം പോൾ 6-ാമൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾ ഒരു ക്രിസ്ത്യൻ സ്ത്രീകളും യഥാർത്ഥ വിശ്വാസികളായ ഒരു കത്തോലിക്ക സ്ത്രീയും ലൈംഗിക സുഖം ആസ്വദിച്ചിട്ടുണ്ടാവില്ല. പാപബോധത്തോടെയാണ് ഇതിന് വഴിപ്പെടുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഞാൻ പാപം ചെയ്യുന്നു എന്ന ബോധത്തോടെയാണ്. അതും കൂടാതെ ഞങ്ങളെ ചെറുപ്പം മുതൽ നീ പാപിയാണ്, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞാൻ പാപിയായി എന്നോട് ക്ഷമിക്കണം. എനിക്കെങ്ങനെ പാപിയാകാൻ പറ്റും, ഞാൻ എങ്ങനെ പാപിയാകും? പക്ഷേ ഞങ്ങളെ അത് അടിച്ചേൽപ്പിച്ചു. ഞങ്ങളുടെ തലച്ചോറിനകത്ത് ഞാൻ പാപിയാണെന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം ഈ കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അമ്മയോട്, അമ്മേ ഞാൻ എങ്ങനെ ഉണ്ടായി, ഞാൻ എങ്ങനെ വന്നു? അമ്മയ്ക്ക് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു തരാൻ, സയൻറ്റിഫിക്കായിട്ട് അറിയാമെങ്കിൽ പോലും അമ്മയ്ക്ക് അത് എങ്ങനെ പറയണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് നിന്നെ ദൈവം തന്നതാണ്, ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. എൻ്റെ മനസ്സിലിരിക്കുന്ന ഇപ്പം ഞാൻ ദൈവം എന്നെ നേരിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്, അമ്മയുടെ വയറ്റിൽ കൂടെ വന്നതല്ല. അങ്ങനെ ഒരു ധാരണ, അങ്ങനെ ഒന്നിങ്ങനെ കുട്ടികളുടെ പറഞ്ഞു കൊടുത്ത് ചെറുപ്പം മുതൽ ഇത് അഭ്യസിപ്പിച്ച് വന്ന് കൂടുന്നത് കൊണ്ട് മാതാപിതാക്കളെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിൻ്റെ അമ്മ നിന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, പാപത്തിൽ ഗർഭം ചുമന്നു, പാപത്തിൽ നിന്നെ പ്രസവിച്ചു, നീ സാത്താൻ്റെ കുഞ്ഞായിട്ട് ജനിച്ചു, നിന്നെ മാമോദീസായിലൂടെ ഞങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞാടാക്കി മാറ്റിയെന്നാണ്. മാമോദിസ മുങ്ങിൻ്റെ പറ്റില്ല. അതുപോലെ അന്ന് മാമോദിസ മുങ്ങുന്നതിന് മുമ്പ് മരിച്ച കുട്ടികൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റില്ല. മാമോദിസ മുങ്ങാത്ത ആർക്കും സ്വർഗ്ഗത്തിൽ പോകാൻ ഒക്കില്ല. അവർക്ക് വേണ്ടി കത്തോലിക്ക സഭ അവരെ നരകത്തിലും ഇടാൻ പറ്റില്ല, പാപമൊന്നും ചെയ്തിട്ടില്ല. ഗർഭത്തിൽ മരിക്കുന്നുണ്ട്, പ്രസവത്തോടെ മരിക്കുന്നുണ്ട്, മാമോദിസ മുങ്ങാതെ മരിക്കുന്നുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കത്തോലിക്ക സഭ ഒരു പ്രസ്ഥാനം, അതിൻ്റെ പേര് ഞാൻ പറയാം, കണ്ടുപിടിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിന് സ്വർഗത്തിന് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ശൂന്യതയുടെ സ്ഥലം എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് ഈ ആത്മാക്കളെല്ലാം പോയി കിടക്കുന്നത്. പിൽക്കാലത്ത് അത് എടുത്തു കളഞ്ഞു. പർഗേറ്ററി 1439 ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞൊന്ന് കണ്ടുപിടിച്ചു. ശുദ്ധീകരണ സ്ഥലം കണ്ടുപിടിച്ചത് വത്തിക്കാന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ മുഴുവൻ ആളുകളും മരിച്ചാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പോലെ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് ശുദ്ധീകരിക്കപ്പെടണം. അവിടെയും തീയാണ് കേട്ടോ, തീയിലിങ്ങനെ എരിഞ്ഞ് ശുദ്ധീകരിച്ചിട്ട് പോവുള്ളൂ. അപ്പോൾ അവിടെ കിടക്കുന്ന നമ്മുടെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അവിടുത്തെ ശിക്ഷാ കാലാവധി കുറച്ച് കിട്ടാൻ വേണ്ടി വത്തിക്കാന് പണം കൊടുക്കുക, പള്ളിക്ക് പണം കൊടുക്കുക. പള്ളി അവിടുന്ന് ദോഷപൊറുതിയും ദണ്ഡവിമോചനവും കൊടുക്കും. കൂടുതൽ പണം കൊടുക്കുന്നതിന് ഒരു ദിവസം പോലും കിടക്കാതെ കൈക്കൂലി കൊടുത്ത് സ്വർഗത്തിൽ പോകാം. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് 1439 മുതൽ അത് അതിഭീകരമായിട്ട് ലോകം മുഴുവൻ വിറ്റഴിച്ചു. ഈ പണം കൊടുത്ത് ശുദ്ധീകരണ ആത്മാക്കളെ അങ്ങ് രക്ഷിച്ചു കൊണ്ടുപോയി. അതാണ് പിൽക്കാലത്ത് മാർട്ടിൻ ലൂതർ എഴുതിയതും 1500-1505 പ്രശ്നം ഉണ്ടായതും സഭ ഭിന്നിക്കാനുള്ള കാരണം പോപ്പിന് ഇങ്ങനെ ഒരു അധികാരം ഇല്ല എന്നുള്ളതൊക്കെ സ്ഥാപിച്ചത്. ഏതായാലും അത് വിറ്റ് ഇവർ കാശുണ്ടാക്കി. അതുപോലെ 1079 ഗ്രീഗറിയുണ്ടാകുമ്പോൾ പോപ്പ് പറഞ്ഞു വൈദികരാരും ഭാര്യമാരുണ്ടാവരുത്, ഭാര്യമാരെ വെക്കാൻ പാടില്ല എന്നുള്ളത്. അന്ന് എല്ലാവർക്കും ഭാര്യമാരുണ്ടായിരുന്നു, പോപ്പുമാരൊക്കെ ഡസൻ കണക്കിനുണ്ടായിരുന്നു, 300 വെപ്പാട്ടിമാരുള്ള പോപ്പുമാരൊക്കെ ഉണ്ടായിരുന്നു. എന്തുവാട്ടെ, ഇവരിങ്ങനെ ഒരുപാട് വൈദികരൊക്കെ ഭാര്യമാരെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവരെ നോക്കാനും അവർക്ക് ചെലവിന് കൊടുക്കാനും പാടില്ല. അവരൊക്കെ പിൽക്കാലത്തെ വേശ്യാവൃത്തിയിലേക്ക് തിരിഞ്ഞൊരു സംഭവം സഭയിൽ ഉണ്ടായിട്ടുണ്ട് 12-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ.
അപ്പോൾ ഇങ്ങനെ 1079 ഇങ്ങനെ നിയമം വന്നു. എന്നിട്ട് ഈ വൈദികരാരും ഭാര്യമാരും മിക്കവാറും പേര് ഉപേക്ഷിച്ചില്ല. അപ്പോഴേ ഇവർ പറഞ്ഞു പള്ളിയുടെ സ്വത്ത് വിഭജിച്ച് പോകരുത്. അപ്പോൾ പോപ്പ് ഒരു കൽപ്പന, രണ്ടാമത്തെ പോപ്പ് കൽപ്പന ഇറക്കി, നിങ്ങൾ നിയമാനുസൃതം വിവാഹിതരാകരുത്, വെപ്പാട്ടിമാരാകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുവരുന്നത്. പിന്നെ പല ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാം, പോപ്പിന് കൈക്കൂലി കൊടുത്ത് ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. സ്വന്തം ഭാര്യയെ വെക്കാൻ വേണ്ടി പോപ്പിന് കമ്മീഷൻ കൊടുത്താൽ അനുവദിക്കുമായിരുന്നു, സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോപ്പ് കാശുണ്ടാക്കി. പോപ്പ് അവിടെ വിൽക്കാവുന്ന മുഴുവൻ വിറ്റ് കാശുണ്ടാക്കി. ഈ പണം മുഴുവൻ അവിഹിത മാർഗ്ഗങ്ങളുടെ വെപ്പാട്ടിമാർക്കും വെപ്പാട്ടിമാരുടെ മക്കൾക്ക് അവർക്കും ഒക്കെ കൊടുത്ത് റോമാ സിംഹാസനം കൂട്ടിച്ചോറാക്കിയ കാലഘട്ടമുണ്ട്. അങ്ങനെ പണം ഇല്ലാതെ വന്നപ്പോഴാണ് ഈ പർഗേറ്ററി ഉണ്ടാക്കി ദണ്ഡവിമോചന വിൽപ്പനയൊക്കെ നടത്തിയത്. അതുപോലെ പിന്നീട് ഈ ഗ്രീഗറി 8 എന്ന് പറഞ്ഞ പോപ്പ് ഒരു നിയമം ഉണ്ടാക്കി. ലോകത്തിൻ്റെ പരമാധികാരിയായ ഞാൻ, ചക്രവർത്തിമാരെയെല്ലാം ഞാൻ അഭിഷിക്ത് ചെയ്താലേ ചക്രവർത്തിയാവൂ. നെപ്പോളിയൻ അങ്ങനെ ആയിരിക്കില്ല, 1800 തോന്നുന്നു. നെപ്പോളിയൻ റോമാ സാമ്രാജ്യം വരെ പിടിച്ചെടുത്തു. ഇയാളെ ചക്രവർത്തിയായിട്ട്, സാധാരണ പട്ടാളക്കാരനായിരുന്നില്ല, അഭിഷിക്തനാക്കണമെങ്കിൽ നമ്മുടെ പോപ്പ് തന്നെ വരണം. ഇയാൾ വത്തിക്കാനിൽ പോയി ഇയാളുടെ പാദം ചുംബിച്ച് കുമ്പിട്ട് നിന്നാൽ കിരീടം വെച്ച് കൊടുത്ത് അഭിഷേകം ചെയ്യും. പക്ഷേ നെപ്പോളിയൻ അതിന് തയ്യാറായിരുന്നു. നെപ്പോളിയൻ പോപ്പിനോട് ഇവിടെ വരാൻ പറഞ്ഞു, വരുത്തി. താരത്തിൽ ഇയാൾ മുട്ടുകുത്തിയെന്നില്ല, ആൾ ഉയരം കുറഞ്ഞ ആളായിരുന്നു. നെപ്പോളിയൻ തന്നെ എടുത്താണ് കിരീടം വെച്ചത്, പോപ്പിനെ കൊണ്ട് തൊടിയിച്ചില്ല. എന്തുവാട്ടെ, അന്നൊരു വിശ്വാസം അതായിരുന്നു, പോപ്പ് അംഗീകരിച്ചില്ലെങ്കിൽ പോപ്പ് ഏത് ചക്രവർത്തിയുടെ ഉത്തരവിടെ അവനെ പിടിച്ചെങ്കിൽ തരാൻ പറഞ്ഞാൽ പിടിച്ചു കൊടുത്തേ പറ്റൂ. മാർട്ടിൻ ലൂതറിനെയൊക്കെ അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന പോപ്പിനും ഞങ്ങളുടെ പേപ്പസി വത്തിക്കാനും ഭയങ്കര അലർജിയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോപ്പർനിക്കസ് എന്ന് പറഞ്ഞ വൈദികനെ ഒരുപാട് കാലം കാരാഗ്രഹത്തിലിട്ടു. അതിനുശേഷം വന്ന് ജിയോർദാനോ ബ്രൂണോ എന്ന് പറഞ്ഞ ഡൊമിനിക്കൻ പ്രീസ്റ്റ്, ഒരു സർവകലാ വല്ലഭൻ. അയാൾ ഷേക്സ്പിയറിന് പോലും ഇൻസ്പിറേഷനായിരുന്നു. അയാൾ ഒരുപാട് സറ്റയർ, നാടകം, കവിത ഇതെല്ലാം എഴുതിയിട്ടുള്ള മനുഷ്യൻ, ശാസ്ത്രജ്ഞൻ, വളരെ പണ്ഡിതനായൊരു മനുഷ്യൻ. കൈവയ്ക്കാത്ത മേഖലകളുണ്ടായിരുന്നില്ല. അയാൾ കൃത്യമായിട്ട് കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തങ്ങൾ വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞു. ഈ 9 ഗ്രഹങ്ങളും ഉണ്ട്, സൂര്യനെ ചുറ്റുന്നു, ഭൂമി ഉരുണ്ടതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ ഒരിക്കൽ പ്രീസ്റ്റായിരുന്നു, ഡൊമിനിക്കൻ പ്രീസ്റ്റാണ്. ആ മനുഷ്യൻ എന്നിട്ട് മൊണാസ്ട്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് അർദ്ധരാത്രിക്ക് മതിൽ ചാടി രക്ഷപ്പെട്ട് പാരീസിൽ പോയി, ഇംഗ്ലണ്ടിൽ പോയി, പലയിടത്തും സ്ഥിരമായിട്ട് നിന്നില്ല. ഏതായാലും 1690 അയാളെ വളരെ തന്ത്രപൂർവ്വം ഇറ്റലിയിലെ വെനീസിലേക്ക് വരുത്തി. അയാൾക്കെല്ലാം മോചനം കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വന്ന് അയാളെ 9 വർഷം കാരാഗ്രഹത്തിലൂടെ പീഡിപ്പിച്ച് അവസാനം അയാളെ വധിച്ചു. ഇൻക്വിസിഷന് വധിക്കുമ്പം വേറൊരു നിയമമുണ്ട്, രക്തം ചിന്താൻ പാടില്ല. യേശു രക്തം ചിന്തി മരിക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള കഠോര ഭീകര കുറ്റവാളികളെ നഗരപ്രദക്ഷിണം വയ്ക്കുന്നൊരു പണിയുണ്ട്. ഇയാളെ നഗരപ്രദക്ഷിണം നടത്തിയ സമയത്ത് ഇയാൾ വാ വിളിച്ചേക്കൊന്ന് പേടിച്ചെന്താണ്, തലയെ കൂടെ ഒരു വലിയ ഇരുമ്പാണി അടിച്ചു, ഒരു ഇരുമ്പ് പട്ട വെച്ച് അടച്ചു സംസാരിക്കാതിരിക്കാൻ. എന്നിട്ടുണ്ട് മരത്തെ കെട്ടി കൊന്നു 1600 ജിയോർദാനോ ബ്രൂണോ. അതിനുശേഷം ഗലീലിയോ വന്നു. ഗലീലിയോ ഈ പദ്ധതികൾ കുറേ കൂടെ ലളിതവൽക്കരിച്ച് വിസ്തരിച്ചു. ഈ ഭൂമി ഉരുണ്ടതാണ്, ഇങ്ങനെയാണ്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പോൾ വത്തിക്കാൻ ചോദിച്ചു, നിങ്ങൾ ഈ ശുദ്ധ അബദ്ധം, ദൈവനിഷേധകരമായ ഒരു അഭിപ്രായം, സൃഷ്ടിയുടെ പർപ്പസിനെ പോലും ചോദ്യം ചെയ്ത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഇത് തെറ്റാണ്, ഇത് പാപമാണ്. ഭൂമി ഒരിക്കലും ഉരുണ്ടതല്ല, ഭൂമിക്ക് കറങ്ങാനും പറ്റില്ല, സൂര്യനാണ് കറങ്ങുന്നത്. ഭൂമി അങ്ങനെ ഉരുണ്ടതുമാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ സ്വർഗവും നരകവും എവിടെ കൊണ്ട് വയ്ക്കും? ഞങ്ങൾക്ക് സ്വർഗവും നരകവും വെക്കാൻ സ്ഥലം വേണ്ടേ? നരകം ഭൂമിക്കടിയിലാണ്, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് അതില്ലല്ലോ. അതായിരുന്നു വത്തിക്കാനെ അലട്ടിയ പ്രശ്നം. സ്വർഗവും നരകവും ഞങ്ങൾക്ക് കണ്ടെത്താൻ ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഗലീലിയോയെ പാവത്തിന് പിടിച്ച് മുട്ടുകുത്തിച്ചിരുന്ന് ക്ഷമാപണം എഴുതിച്ചു. ഞാൻ ഈ കണ്ടുപിടിച്ചത്, എൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ തെറ്റായിപ്പോയി, സഭാവിശ്വാസത്തിന് വിരുദ്ധമായി പോയി, എന്നോട് മാപ്പാക്കണം. എന്നിട്ട് അയാളെ കരുതത്തടങ്കലിൽ വെച്ച് 75-ാം വയസ്സിൽ ആ പാവം കിടന്ന് മരിക്കുന്നത്. ഇതുപോലെ അന്ന് ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പോഴും ഞങ്ങളുടെ വലിയ പണ്ഡിതന്മാർ ഇതാ പറഞ്ഞു, ശാസ്ത്രം, സയൻസ് ബൈബിളിൽ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ ദൈവം 6 ദിവസം കൊണ്ട് ഇങ്ങനെ സൃഷ്ടിച്ചു. 6 ദിവസം കഴിഞ്ഞ് പുള്ളി മടുത്ത് റെസ്റ്റ് എടുത്തു. ഇവിടുന്ന് അത് സൃഷ്ടിച്ചു. 7-ാം ദിവസം റെസ്റ്റ് എടുത്തു. സാബത്താണ്, അന്നൊന്നും ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ സൃഷ്ടിച്ച ദൈവം ഈ പ്രപഞ്ചം അങ്ങനെ വികസിച്ചു, ജനങ്ങൾ വർദ്ധിച്ചു, പാപം പങ്കിലമായി തീർന്നു പ്രപഞ്ചം. അപ്പം ദൈവത്തിന് തോന്നി ഈ പ്രളയം വരുത്തി ലോകത്തെ നശിപ്പിക്കാനുള്ള തീരുമാനം. പ്രളയം വരുമ്പോഴേക്കും ഈ പറഞ്ഞ
4000 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം ഇത് അറിയുന്നത്, ഇവിടെ പാപം വർദ്ധിച്ചെന്ന്. അങ്ങനെ ഉറങ്ങായിരുന്നിരിക്കും എന്തുവാട്ടെ. അങ്ങനെ ഒരുപാട് അബദ്ധം കഥയിൽ ചോദ്യമില്ലല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. അതുപോലെ പഴയ നിയമത്തിൽ പലയിടത്തും എഴുതി വെച്ചു, നിങ്ങൾ സ്ത്രീകളുടെ അടുത്ത്, സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനെ പിന്നെ നശിപ്പിക്കാനുള്ള ചൂണ്ടയിലെ ഇരയായിട്ടാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. സ്ത്രീയുടെ അടുത്തിരിക്കരുത്, സ്ത്രീയുമായിട്ട് സംസർഗം പാടില്ല, സ്ത്രീയുടെ അടുത്തിരുന്നാൽ വസ്ത്രങ്ങളിൽ നിന്ന് കീടങ്ങൾ എന്നതുപോലെ നിന്നിലേക്ക് ദുഷ്ടത പ്രവഹിക്കും. പ്രഭാഷകൻ 25, എൻ്റെ സ്ത്രീകൾ ഇപ്പം അനിയത്തിമാരെ കുട്ടികളുണ്ടെന്ന് നോക്കിക്കോ, പ്രഭാഷകൻ 25 പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ അടുത്തിരിക്കരുത്, വസ്ത്രങ്ങളിൽ നിന്ന് കീടങ്ങൾ എന്നപോലെ ദുഷ്ടത നിന്നിലേക്ക് പ്രവേശിക്കും. ദൈവം ഇവനെ സൃഷ്ടിച്ചത് പുരുഷനെ കൊടുക്കാനുള്ള ചൂണ്ടയിലെ ഇരയായിട്ടാണ്. അപകടമാണ്, സ്ത്രീയോട് ഒരു സംസർഗവും പാടില്ല. എന്നിട്ട് അവിടെ മാർപ്പാപ്പയായി ജോവാൻ എന്ന് പറഞ്ഞ സ്ത്രീ, അത് വേറൊരു കാര്യം. അപ്പോൾ ഇവരിങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്തി ഇന്നും എന്നും ഇപ്പോൾ കന്യാസ്ത്രീകളെ അടിച്ചമർത്തുന്നത് പോലെ അടിച്ചമർത്തി അവരുടെ മോണോപ്പൊളി, അവരുടെ മേധാവിത്വം നിലനിർത്തി അവർക്ക് എന്തുമാകാം, എന്തും ചെയ്യാം. ഏത് കന്യാസ്ത്രീയെയും എത്ര കന്യാസ്ത്രീകൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രാപിക്കാം. പല കന്യാസ്ത്രീകളോടും അവരുടെ മദർ സുപ്പീരിയർ ചോദിക്കുക, എടി അച്ഛനല്ലേ നീ എന്തിനും എതിർക്കാൻ പോയത്, നീ എന്തിനും ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അനീത എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, ആലുവയിലെ ഒരു കോൺഗ്രിഗേഷനാണ്, ഫോറിൻ കോൺഗ്രിഗേഷനാണ്, മധ്യപ്രദേശിൽ ടീച്ചറാണ്. ഇവിടെ നിന്ന് ധ്യാനഗുരു ഈ പിന്നെ ഇവരുടെ പുസ്തകം വായിച്ചില്ലേ ചോദിക്കട്ടോ, അച്ഛൻ പിടിച്ച് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കാൻ ചെന്നപ്പം പിടിച്ച് ലൂസിയെ കെട്ടിപ്പിടിച്ച് ശരീരം മുഴുവൻ ഉമ്മ വെച്ചതും ഇവിടെ തട്ടിപ്പി ഓടിയതൊക്കെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുവാട്ടെ അനീതയുടെ അടുത്ത് ഇയാൾ ചെന്നു. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ആകുമ്പം കന്യാസ്ത്രീകൾ 1-2 ഉള്ളൂ, അച്ഛന്മാരിങ്ങനെ ചെല്ലും, ഗസ്റ്റായിട്ട് ചെല്ലും. ഇത് അവിടെ നിത്യം നടക്കുന്ന സംഭവം. ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളൂ. അവരൊരുമാതിരി ഈ പറഞ്ഞ നമ്മൾ പറയാറില്ലേ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ളൊരു ജീവിതം അവരുടെ. അങ്ങനെ അവർ കഴിയുന്നുണ്ട് മിക്കവാറും കന്യാസ്ത്രീകൾ. ഞാൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാനേജറായിരുന്ന സമയത്ത് എനിക്കൊരു പരാതി കിട്ടി ഒരിക്കൽ. ഈ ട്രിവാൻഡ്രം മെയിലിൽ, ട്രിവാൻഡ്രമല്ല ശബരി എക്സ്പ്രസ്സിൽ TT ഒരു മെസ്സേജ് അയച്ചു, ഒരു ലേഡി പാസഞ്ചർ കംപ്ലയിൻസ് എ മെയിൽ പാസഞ്ചർ ഹാരാസിങ് ഹെയർ, അറേഞ്ച് പോലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഈ കോച്ചിൽ പോയി. S6 കോച്ചിൽ 7 നമ്പർ ബർത്ത്. ഒരു ചെറുപ്പക്കാരി കുട്ടി ചുരിദാറൊക്കെ ഇട്ടതാണ്. അവളിങ്ങനെ മൂലയ്ക്ക് കണ്ണുനീര് ഒഴുകിയിരിപ്പുണ്ട്. ഞാൻ ചെന്ന ഈ കോച്ച് ഇതാണോ, അപ്പം ചാർട്ട് നോക്കി റിസർവേഷൻ അവിടെ ചെന്ന് എന്നെ വീണ്ടും ഉപദ്രവിക്കും, പരാതി തരികയില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ 2 കൽപ്പിച്ച് അയാളെ ഇറക്കി പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. ഇവിടെ പോവുകയും ചെയ്തു. ഈ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർ, കേരളത്തിൽ ഈ പോലീസിന് ഡെപ്യൂട്ടേഷൻ വരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു രാജനായിരുന്നു. രാജനെ കുറിച്ച് എന്നെ വിളിച്ചു, സാറേ അത് നിങ്ങളൊരു വൈദികനാണ് കേട്ടോ എന്ന് പറഞ്ഞു. കത്തോലിക്ക പള്ളിയുടെ വൈദികനാണ്, വിട്ടേക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈദികനാണ്, ആരാണെങ്കിലും എടുക്കാവുന്ന നടപടി എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വൈദികൻ മടിച്ച് അവിടെ വന്ന് നിന്ന്. ഇയാളുടെ ടിക്കറ്റ് പിന്നെ രണ്ടാമത് ആ ടിക്കറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കണം. ബ്രേക്ക് ഓഫ് ജേർണി എഴുതി, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ട്രെയിൻ റിസർവേഷൻ കിട്ടിയാല ബ്രേക്ക് ഓഫ് ജേർണി എഴുതി കൊടുക്കണം. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ ജീൻസും രൂപയൊക്കെ ഇട്ടിങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ നിനക്കും പെങ്ങന്മാരൊക്കെ ഇല്ലേ ചെയ്യരുതെന്നൊക്കെ ഉപദേശിച്ച് വിട്ടു. അയാൾ ഏതായാലും പിന്നെ കുഴപ്പമുണ്ടാക്കിയെന്നറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ വൈദികർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇവർ ചോദിക്കുന്ന ഒരു അച്ഛനല്ലേ ഇതിനെ എതിർത്ത്. അനീതയുടെ അടുത്ത് ഇയാൾ കയറി പിടിക്കാൻ ചെന്നപ്പോൾ അവൾ പുറത്തിറങ്ങി ഓടി. മദർ സുപ്പീരിയറിൻ്റെ അടുത്ത് പരാതിപ്പെട്ടു. കണ്ണൂർ ചൊവ്വയിലുള്ള സ്ത്രീയാണ് അനീത. എന്നിട്ട് അനീത പരാതിപ്പെട്ടപ്പോൾ അച്ഛനല്ലേ ഇതിനെന്തിനെ എതിർക്കാൻ പോയത്. ഒരു കന്യാസ്ത്രീമാരെ എതിർക്കാറില്ല എന്നുള്ള ലൈസൻസ് അവർക്കുണ്ട്, എതിർക്കാറില്ല, അത് സത്യമാണ്. എന്നിട്ട് ഇവള് പറഞ്ഞ് എനിക്ക് ആ ഇതിനല്ല, ഞാൻ കന്യാത്വം തന്നെ കാത്തു സൂക്ഷിക്കാൻ തീരുമാനിച്ചു വന്ന ആളാണ്, കുടുംബത്തെ ഉപേക്ഷിച്ച് വന്നതാണ്, എനിക്കിതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരുടെ കോൺഗ്രിഗേഷൻ്റെ ഓഫീസുണ്ട് വത്തിക്കാൻ, അല്ല ഇവിടെ ഇറ്റലിയിലേക്ക് പറഞ്ഞയച്ചു. 3 വർഷം അവളെ ഇട്ട് അവിടെ ശരിക്കും ടോർച്ചർ ചെയ്തു. തുണി അലക്കലും തറ തുടക്കലും കക്കൂസുകളിലായിട്ട് ഭക്ഷണം പോലും ശരിക്കും കൊടുക്കാതെ അവിടെയുള്ള മലയാളി സ്ത്രീകൾ ആരൊക്കെ പള്ളിയിലൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഇവളോട് നീ പുറത്ത് വരും, ഞങ്ങൾ നിന്നെ തൽക്കാലം പറപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ ജോലി തരാം, ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവളെ രക്ഷിച്ചു. ഇത് പോയേക്കുമെന്ന് അറിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ടിക്കറ്റുമായിട്ട് നേരെ നെടുമ്പാശ്ശേരിക്ക് വിട്ടു. നെടുമ്പാശ്ശേരി വന്നിട്ട് ആലുവയിൽ അവിടെ കോൺഗ്രിഗേഷനിൽ പോയി ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ചെന്നു. ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്നു. ചെന്നിരുന്നപ്പം കന്യാസ്ത്രീകൾ ബോർഡിംഗ് ബെൽ അടിച്ച് വന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് കയറ്റിയല്ല, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, അവർ കയറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോകാനാ, എനിക്ക് എങ്ങോട്ടും പോകാനും. അവൾ വരാന്തയിലിരുന്നു. വൈകുന്നേരം 7-7:30 ആയപ്പോൾ മറ്റ് കന്യാസ്ത്രീകൾ മദർ പ്രൊവിൻഷ്യാലിൻ്റെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ കഴുത്തിന് പിടിച്ച് തള്ളി തലമുണ്ടുമൊക്കെ വലിച്ചു പറിച്ച് ബാഗും ഗേറ്റിന് പുറത്ത് ഗേറ്റ് പൂട്ടി. ഇവിടെ ആ ഗേറ്റിൻ്റെ അടുത്തിരിക്കുക, എങ്ങോട്ടാണ് പോകാൻ രാത്രി കൂട്ടി. എന്നിട്ട് അവിടെ ജോസ് മാവേലി എന്നും പറഞ്ഞൊരു വനിതാ സദനം നടത്തുന്നൊരു വ്യക്തിയുണ്ട്, പാലക്കാരനാണ്. ജോസ് മാവേലി ഇത് അറിഞ്ഞ് വന്ന് അവളെ അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എനിക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ അനീത എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ടുണ്ട്, ഇതാണ് കേസ്, മഠത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാനും ഒരു ജോർജ് ജോസഫ് എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് മാസ്റ്ററുണ്ട്, ഞങ്ങളും കൂടെ അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചാണെങ്കിൽ ഏതായാലും അതങ്ങനെ ചുരുക്കി ഈ പറഞ്ഞ അത് കഴിഞ്ഞ് സഭയായിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തി. ഇവളെങ്ങോട്ടും പോകുകയില്ല, ഇവൾക്ക് കന്യാസ്ത്രീയായിട്ട് തന്നെ ഇരിക്കണം,
മഠങ്ങാർ പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അവസാനം ഈ തേലക്കാടെന്ന് പറഞ്ഞ വലിയ സഭാ പണ്ഡിതന് ഇപ്പം ഒരു കേസിൽ 1-ാം പ്രതി കേട്ടോ, ആലഞ്ചേരി ബിഷപ്പിനെതിരായിട്ടുള്ള കേസിൽ അയാളിപ്പോൾ കാര്യം മാറി. അവരൊക്കെ കൂടെ പറഞ്ഞു അവൾ പൊക്കോട്ടെ, എങ്ങോട്ടേലും പൊക്കോട്ടെ, അതായതെന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വെറുതെ പോവുകയല്ല. 3 വർഷം ഇറ്റലി പണിയെടുപ്പിച്ചു, ഇവിടെ ഇത്രയും കാലം അധ്യാപികമായിട്ട് ജോലി ചെയ്തു. 25 ലക്ഷം രൂപ ഏറ്റവും കുറയും, 30 ലക്ഷം ഡിമാൻഡ്, ഇത്രയും പൈസ അവർക്ക് കൊടുക്കണം ജീവിക്കാൻ വേണ്ടി. സമ്മതിച്ചില്ല. ചർച്ചകളുടെ മുകളിൽ ചർച്ച വന്നു. തേലക്കാടിന് ഇന്നും അയാൾ KCBCയുടെ വക്താവായിരുന്നു അന്ന്. ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ജോ സാറേ ഞാൻ പിതാക്കന്മാരുടെയൊക്കെ കാല് പിടിച്ച് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്, സഭയ്ക്ക് കാശില്ല, വളരെ ദുരിതത്തിലാണ്, അവളോട് അത് വാങ്ങിച്ച് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല. ഏതായാലും അങ്ങനെ തർക്കം നടന്ന് അവസാനം ഈ അനീതയുടെ അപ്പൻ്റെ അനുജനെയും അനീതി അവരെയൊക്കെ ഇവർ തെവ്വയിൽ പോയി സ്വാധീനിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു 12 ലക്ഷം രൂപ കൊടുത്ത് ഇവളെ ഒഴിവാക്കി. അനീത പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഏതായാലും 12 ലക്ഷം, ഒരു പൈസ കൊടുക്കരുതെന്ന നിയമം, ചോദിക്കാൻ അവകാശമില്ല. പാലായിലൊരു കന്യാസ്ത്രീ ഇതൊരു മരിയ സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി അധ്യാപിക, അവർക്കും കോമ്പൻസേഷൻ വാങ്ങി കൊടുക്കാൻ പറ്റി. ഇപ്പോൾ ലൂസി കളപ്പുരയ്ക്കും മർത്തിന് പുറത്ത് പോകും. തീർച്ചയായിട്ടും അവർ ചോദിക്കുന്ന ഇത്രയും ലോകം മുഴുവൻ അറിഞ്ഞൊരു വിഷയമായതുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ ഒരു ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ കൂട്ടം തെറ്റിപ്പോയ ആൾ ഒറ്റനായിട്ട് ഇങ്ങനെ പോവുക. എനിക്ക് അത്യാവശ്യം ഭീഷണിയെ കണ്ടില്ല, ഉപേക്ഷിച്ച ലക്ഷണമാണ് തോന്നുന്നത്. ഈ ഭീഷണിപ്പെടുത്തുന്ന ആരും ചെയ്യില്ല. അതുമല്ല പഴയ മാതിരി ഒന്നും ചെയ്യാനുള്ള ആ ധൈര്യം ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ഈ തോണി മുങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ പോലെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് മനുഷ്യൻ വരുന്നുണ്ട്. പിന്നെ ഇതിവിടെ ആരോ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ പള്ളിയിൽ പോകുന്നതിനെ പറ്റി, പള്ളിയിൽ പോകുന്നത് ഈ ഞായറാഴ്ചകളിലൊക്കെ കേരളത്തിലെ പള്ളികളിലേ ആളുള്ളൂ, യൂറോപ്യൻസ് ഒന്നും പള്ളിയിൽ പോകാറില്ല. അതുപോലെ ലോകത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന 10 രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. നോർവേയും സ്വീഡനും ഡെൻമാർക്കും ന്യൂസിലൻഡും സ്വിറ്റ്സർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ, ഈവൻ ഭൂട്ടാൻ പോലും. അവിടെ പള്ളികളില്ല, അമ്പലങ്ങളില്ല, പോലീസില്ല, ജയിലില്ല, ഒരു പള്ളിയും അമ്പലവും ഇല്ല, ദൈവവിശ്വാസവും ഇല്ല. അവരെത്ര സന്തോഷമായിട്ട് ആ രാജ്യത്ത് ജീവിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ നമുക്കിവിടെ അമ്പലങ്ങളും പള്ളികളും മോസ്കുകളുമായിട്ടുണ്ട്. ഇവിടെയല്ലേ ഈ അസമാധാനം മുഴുവൻ. ഇത്രയും ദൈവത്തിൻ്റെ വക്താക്കളും ഉള്ളിടത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽ കുറ്റങ്ങൾ പെരുകുന്നു? എന്തുകൊണ്ട്? മനുഷ്യന് ജീവിക്കാൻ സമാധാനമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കാൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവവും വേണ്ട എന്നുള്ള അതിലേക്ക് മനുഷ്യൻ വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നുണ്ട്. ഈയിടെ ഒരു തമാശയോട് പറഞ്ഞ് നിർത്തിയൊക്കെ 5 മിനിറ്റ് കാണിച്ചു. ഞങ്ങൾക്ക് അവിടെ ലൂർദ് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്, ലൂർദ് ഫൊറോന ചർച്ച്, കോട്ടയം കളക്ടറേറ്റിനോട് ചേർന്നൊരു ഗംഭീര പള്ളിയാണ്. അത് ഈയിടെ ഒരു 10-60 ലക്ഷം രൂപ മുടക്കി പുതുതായിട്ട് പണിത്, വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിട്ട് മോഡലാണ് പണിതത്. അത് ഈ പള്ളിപ്പണിയൊക്കെ ഇഷ്ടംപോലെ പണം കിട്ടി. കോട്ടയത്ത് പണത്തിന് പഞ്ഞൊന്നും വരില്ല, കാരണം സ്വർഗരാജ്യമൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ട് എല്ലാവരും കൊടുക്കും. പണം മിച്ചമായിരുന്നു സത്യത്തിൽ. അച്ഛനും അവസാനം ട്രിക്ക് അവസാനത്തെ ആഴ്ച പറഞ്ഞു, അടുത്ത 23-ാം തീയതി നമ്മുടെ പള്ളിയുടെ കുദാശകർമ്മം നടക്കാൻ പോവുകയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മെത്രാന്മാരും ഓരോ ദിവസം വന്ന് വെഞ്ചരിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ വേണം, നമുക്ക് ഒരുപാട് ചിലവ് വരും. നിങ്ങൾ ഇവിടുത്തെ ഈ 1400 ഇടവകക്കാരുള്ള ഈ പള്ളിയിലെ സ്ത്രീകളിൽ മിക്കവാറും പേര് ഉപയോഗിക്കാത്ത സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും അതൊരിക്കലും ഉപയോഗിക്കാനും പോകുന്നില്ല. ലോക്കറിൽ വെച്ചിട്ടുണ്ട്, വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഈ സ്വർണം അങ്ങനെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന് വേണ്ടി തരൂ, പള്ളിക്ക് വേണ്ടി തരൂ. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ 1000 ഇരട്ടിയായിട്ട് സ്വർണ്ണക്കൊട്ടാരം രക്തം പതിച്ച് കിട്ടും. ഇത് തരുമെന്ന് പറയാം. പെണ്ണുങ്ങളുടെ മുകളിലായി എല്ലാ സഭകളും എല്ലാ മതങ്ങളും പെണ്ണുങ്ങളുടെ നെഞ്ചത്താണ് വെച്ചിരിക്കുന്നത്. അവന് അന്ധവിശ്വാസം ഉള്ളിടത്തോളം കാലം ഇത് നിലനിൽക്കും. ഇപ്പം ഞങ്ങളുടെ ഇവിടെ വേറൊരു കാര്യം, ഏതായാലും ഇത് തീർത്തിട്ട് പറയാം. ഇയാൾ പ്രസംഗിച്ചു, പിറ്റേ ഞായറാഴ്ച ആയപ്പോഴേക്കും അച്ഛൻ പ്രസംഗിച്ചു, എനിക്ക് ഇതുവരെ ആയിട്ട് 2.25 കോടി രൂപയുടെ സ്വർണം കിട്ടിയിട്ടുണ്ട്. മരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് 1 ഗ്രാം സ്വർണം കൊടുക്കുമോ? പള്ളിക്ക് വേണ്ടി കൊടുത്തു 2.25. പിറ്റേ ഞായറാഴ്ച പറഞ്ഞു 3,20,00,000 രൂപയുടെ സ്വർണം മാത്രം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവരെ ക്യാൻവാസ് ചെയ്യാൻ, ഇവരെ ചൂഷണം ചെയ്യാനുള്ള വാസന അവർക്കുണ്ട്. പിന്നെ അതിന് മുമ്പ് ഒരു ദിവസം അയാൾ പ്രസംഗിച്ചു, ഈ ഞായറാഴ്ച നിങ്ങളെല്ലാ വിശ്വാസികളോടും ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും അടുത്ത ഞായറാഴ്ച 2 കിലോ മട്ടൺ വാങ്ങുന്നു. എല്ലാ വീട്ടിലും 2 കിലോ മട്ടൺ, ഏതാണ്ട് 1300 രൂപ വിലയുണ്ട് കോട്ടയത്ത് 2 കിലോയ്ക്ക്. തീരുമാനിച്ചല്ലോ, എല്ലാവരും തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ ശനിയാഴ്ച രാത്രി ഒരു തീരുമാനം എടുക്കണം, നിങ്ങൾ മട്ടൺ വാങ്ങുന്നില്ല, 2 കിലോ കോഴിയിറച്ചി വാങ്ങുന്നു. കോഴിയിറച്ചിക്ക് 250 രൂപയുള്ളൂ 2 കിലോയ്ക്ക്. എന്നിട്ട് ആ 1100 രൂപ പള്ളിക്ക് തരുന്നു. ആ മട്ടൺ വാങ്ങാൻ നിങ്ങൾ തീരുമാനമെടുത്ത് പ്രതിജ്ഞയെടുത്തല്ലേ, ആ പണം പള്ളിക്ക് വേണ്ടി സേവ് ചെയ്തിട്ട് കോഴിയിറച്ചിയാക്കി മാറ്റി നിങ്ങൾ പള്ളിക്ക് തരുന്നു. അച്ഛൻ അങ്ങനെയും പണം പിഴിഞ്ഞു. ഇഷ്ടംപോലെ പണം, ഇവർക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും പണം ഉണ്ടാക്കാൻ അറിയാം. ഈ മാർപ്പാപ്പ ദോഷപ്രതി ദണ്ഡവിമോചനം വിറ്റതുപോലെ, സ്വർഗരാജ്യം കൊടുത്തതുപോലെ അങ്ങനെ ഞങ്ങളെ ചൂഷണം പക്ഷേ ആ ചൂഷണത്തിന് അറുതി വരുന്നുണ്ട്. ഇന്ന് പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാർ ഭക്തി കൊണ്ടല്ല,
അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനാണ്, അവൾ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാനാണ്. പിന്നെ വീട്ടിന് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകൾക്കൊരു കോൺഗ്രിഗേഷൻ, ഒരു ഇൻ്ററാക്ഷൻ, പരസ്പരം ഒന്ന് സംസാരിക്കാൻ, വേദനകളോ സന്തോഷമോ അനുഭവങ്ങളോ പങ്കുവെക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതൊരു സമൂഹം. അല്ലാതെ ഭക്തി കൊണ്ടൊന്നും ആയിരിക്കില്ല. ഭക്തി കൊണ്ട് പോകുന്ന ചില വയസ്സന്മാർ, എൻ്റെയൊക്കെ പ്രായമുള്ളവർ ചിലപ്പോൾ പോകുന്നുണ്ടാവും. അല്ലാതെ ആരും ഭക്തി കൊണ്ട് അവിടെ ദൈവം ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ ആരും പോകുന്നില്ല. ഈ തലമുറ കുറേ കാലം കൂടെ പോകും. ഒന്നാമത് വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് വിടുന്നതുകൊണ്ട് പിള്ളേർ പോകുന്നുണ്ടാവും. എടാ പള്ളിയിൽ പോവും, സൺഡേ സ്കൂളിൽ പോവും, കുടുംബത്തിലെ അന്തരീക്ഷം തന്നെ. സമൂഹത്തിന് ഇതിനു വേണ്ടി പോകുന്നില്ല, ആരും വിശ്വാസം കൊണ്ടല്ല. ഇത് കുറേ കഴിയുമ്പോൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യവും ചിന്താഗതിയും ഈ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളും ഇതെല്ലാം പുരോഗമിക്കുമ്പോൾ, നാനോ ടെക്നോളജി വികസിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വരും. അങ്ങനെ ഒരു നല്ല ദിനം ഞാനേതായാലും പലയിടത്തും ആവർത്തിച്ച് പറയാനുള്ള കാര്യം, ഒരു 10-23 വർഷം കൂടെ ഞാൻ കാണും ഇതുപോലെയൊക്കെ തന്നെ ബോധത്തോടെ. ഇപ്പോൾ 77 വയസ്സേ ആയിട്ടുള്ളൂ. 100 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ അതുവരെ എനിക്ക് ജീവിച്ചേ പറ്റൂ. കുറേ കാര്യങ്ങളോട് ഇങ്ങനെ പറയാനുണ്ട്. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വതവേ മടിയനാണ്. എനിക്കിരുന്ന് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വന്നാൽ ഇങ്ങനെ കാട് കയറിയില്ലായിരുന്നു. ഞാൻ ഒരിടത്തുനിന്ന് വേറൊരിടത്ത് ജമ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവരൊക്കെ എന്ത് സുന്ദരമായിട്ടാണ് പ്രസംഗിച്ച വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ, എന്ത് ഗംഭീരമായിരുന്നത്. അതുപോലെ ചാർട്ടും അതെല്ലാം നോട്ട് ചെയ്തൊക്കെ വരികയാണെങ്കിൽ, അതുകൊണ്ട് അടുത്തതിനെ നിങ്ങളെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കുറേ കൂടെ പ്രിപ്പയർഡായിട്ട് വരാം. ഒരേ സബ്ജക്റ്റിൽ തന്നെ പിടിച്ച് നിൽക്കാം. പിന്നെ ഈ വിശന്നിരിക്കുന്നതിനെ സംബന്ധിച്ച് ചോറ് അന്നമാണ് ദൈവം. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. എന്നോട് ആദ്യം പറഞ്ഞു ഉച്ച കഴിഞ്ഞാട്ടോ, ഉച്ച കഴിയുമ്പോൾ നിങ്ങൾ ആ ഊണിൻ്റെ ആലസ്യത്തിൽ ഉറക്കം തൂങ്ങും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനിങ്ങനെ പോരുമ്പോൾ എൻ്റെ മോളുണ്ട് തലശ്ശേരിയിലുള്ള ബ്രണ്ണൻ കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. കുറച്ച് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അവൾ എസൻസിൻ്റെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. തലശ്ശേരിയിലൊക്കെ ഉണ്ടായിരുന്നു. അവൾ പ്രബന്ധമൊക്കെ അവതരിപ്പിച്ചത് ഡോക്ടർ ജിസ. അവൾക്ക് പോകുന്ന പറഞ്ഞ അപ്പ നിങ്ങൾ പോകുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. അതിസുന്ദരമായ ശുദ്ധമായൊരു തമിഴ് ഭാഷയുണ്ട്. തനി ഭാരതീയമാണത്. അതിനകത്ത് സംസ്കൃതം മറ്റൊന്നും കടന്നു വന്നിട്ടില്ല. ഇത്രയും സൗമ്യമായ സഭ്യമായ മനോഹരമായൊരു ഭാഷ. അപ്പൻ അതിലേക്ക് കൈവെക്കരുത്. അപ്പം തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞ് ചിലപ്പം അടിച്ചു വിടും. അത്ര ശുദ്ധമായ ആ ഭാഷയെ പരിക്കേൽപ്പിച്ചേക്കരുതെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് കുറച്ചൊക്കെ തമിഴറിയാം. ഞാൻ കോയമ്പത്തൂരും ഈറോഡും തമിഴ്നാട്ടിലൊക്കെ വർക്ക് ചെയ്തതാണ്. അത്യാവശ്യം പറയും. പക്ഷേ ഇത്രയും ഗംഭീരമായ, ഇത്രയും ശുദ്ധമായ, ഇത്രയും പുരാതനമായ പാവനമായൊരു ഭാഷയിൽ ചിലപ്പോൾ എനിക്ക് വല്ലാതെ വികാരം തോന്നാറുണ്ട്. സ്വന്തം പെങ്ങളെ തങ്കച്ചി എന്ന് വിളിക്കുന്നത് എന്തൊരു ഭയങ്കര വികാരമാണത്. അതിലൂടെ നമ്മുടെ മനസ്സിൽ എന്തോ നമ്മുടെ പെങ്ങളെ തങ്കത്തെ പോലെ കാണുന്നത്. തങ്കച്ചി വേറെ ഒരു ഭാഷയിൽ അങ്ങനെയൊന്നുമില്ല. തായ തമിഴ് അമ്മ, ഇതൊരു ആ മഹത്തായ ഭാഷ. അടുത്തവണെങ്കിലും എനിക്ക് പറയാൻ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പെർഫെക്റ്റ് ആകാൻ പറ്റില്ല. ഈ സുന്ദരമായ ഭാഷയെ ഞാനിപ്പോൾ ഓർമ്മിക്കാൻ എൻ്റെ മോള് പറഞ്ഞ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ കൈവച്ചിട്ടില്ല, മോശമാക്കിയിട്ടില്ല. താങ്ക് യു. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.